എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ഏതൊന്നാണോ നാശമില്ലാത്തത്, ഏതൊന്നാണോ മാറ്റമില്ലാത്തത്, അതിനെയാണ് സനാതനം എന്ന് പറയുന്നത്. നിത്യസ്വരൂപനായ ഈശ്വരനാൽ ഉപദേശിക്കപ്പെട്ട ധർമ്മമാണ് സനാതനം. സനാതന ധർമ്മത്തെ ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന മുഖ്യ ഉദ്ദേശവുമായി പ്രവർത്തനം ആരംഭിച്ച ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഇന്ന് 4 വർഷം പിന്നിടുകയാണ്. സനാതന ധർമ്മത്തെ ലോകമെമ്പാടും പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ നമ്മൾ ഈ കഴിഞ്ഞ ജനുവരിയിൽ സനാതന ധർമാമൃതം എന്ന പരിപാടിക്ക് തുടക്കം കുറിച്ചു. ഇന്ന് അതിൻ്റെ 7ാമത്തെ സെക്ഷനാണ് നടക്കുന്നത്. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ഗുരുവര്യന്മാർക്കും നമസ്കാരം. ആദ്യമായി ഗുരുസ്മരണയിലേക്ക് കടക്കുന്നു. ആയതിനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ചെന്നൈ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ ശ്രീമതി സജന രാജേഷിനെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. ഗുരുർബ്രഹ്മം ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. അനന്ത സംസാര സമുദ്രതാര നൗകായിതാഭ്യാ ഗുരുഭക്തിതാഭ്യാ വൈരാഗ്യ സാമ്രാജ്യത പൂജനാഭ്യാ നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാ. കാമാദിസർപ്പ പ്രജഗാരുഢാഭ്യാ വിവേക വൈരാഗ്യ നിധിപ്രദാഭ്യാ ബോധപ്രദാഭ്യാം ധൃതമോക്ഷതാഭ്യാ നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാ. നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാ. നമോ നമഃ ശ്രീ ഗുരുപാദുകാഭ്യാ. ജയശങ്കര. വളരെ സന്തോഷം സജ്ജനാജി. അടുത്തതായി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഖ്യാതിഥിക്കും അതേപോലെ മറ്റുള്ള ആദിശങ്കര കുടുംബാംഗങ്ങൾക്കും സ്വാഗതം നേരുന്നതിനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആലപ്പുഴ ജില്ലാ ചാപ്റ്റർ കോർഡിനേറ്ററായ ശ്രീമതി സരസ്വതി അന്തർജനത്തിനെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സനാതന ധർമാമൃതം എന്ന പരിപാടിയുടെ പ്രഭാഷണം നടത്തുന്നതിനേക്ക്, അതായത് മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ശ്രീ വേണുഗോപാൽ സാർ IAS, അദ്ദേഹം കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ കളക്ടറായിട്ട് ഇരുന്നിട്ടുണ്ട്. കൂടാതെ അതിലുപരി നമ്മുടെ സംസ്ഥാനത്തിന്റെ തന്നെ ഭരണനിർവഹണ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച മികച്ച ഒരു വാഗ്മിയാണ് നമുക്കിന്ന് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം നമ്മളുടെ എല്ലാവരുടെയും ഭാഗ്യമാണ് അദ്ദേഹത്തിനെ നമുക്ക് കിട്ടി എന്നുള്ളത്. അദ്ദേഹത്തിന് ഞാൻ ഈ ഫൗണ്ടേഷന്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും വളരെ ആദരണീയതോടുകൂടി അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഞാൻ സുസ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ഗുരുസ്മരണ. ഏതിനും ഈശ്വര സാന്നിധ്യം വേണമല്ലോ, എങ്കിലേ നമുക്ക് കാര്യം നടക്കൂ. അപ്പോൾ ആ ഒരു ഗുരുസ്മരണയ്ക്ക് വേണ്ടി ഇന്ന് ഈ വേദിയിലെത്തിയ നമ്മുടെ സജിന രാജേഷ്, സജിനാജിയെ ഞാൻ സന്തോഷപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഫൗണ്ടേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉഷ ജി ചേന്നാസ് ചേച്ചി പല കാര്യങ്ങൾക്കും ഇവിടെ പ്രഭാഷണത്തിനായാലും എന്ത് തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും അതെല്ലാം ചേച്ചി അത് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആ ചേച്ചിയെ ഞാൻ ഈ ഫൗണ്ടേഷന്റെ പേരിലും
എൻ്റെ സ്വന്തം പേരിലും ഞാൻ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ എല്ലാമായ ഉഷ ചേച്ചി, ഈ ആലപ്പുഴ ജില്ലാ ചീഫ് കോർഡിനേറ്ററാണ്. ഉഷ ചേച്ചി ഏത് സമയത്തും നമ്മൾ എന്താവശ്യപ്പെട്ടു കഴിഞ്ഞാലും നമ്മുടെ സംശയം തീർക്കാനും നമുക്ക് ഉത്തരം പറഞ്ഞു തരാനും എല്ലാം ഈ 4 വർഷം കൊണ്ട് മികച്ച ഒരു പ്രവർത്തനമാണ് ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ചേച്ചിയെ ഞാൻ ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ നമ്മുടെ സുരേഷ് ജി, അദ്ദേഹത്തിന്റെ കാര്യം ഒന്നും പറയാനില്ല. അദ്ദേഹം ഇത്രയും നല്ല ഒരു പ്രവർത്തനം, അതിൻ്റെ കൂടെ നമുക്ക് ബഹുമാന്യരായ മുഖ്യ മഹാന്മാരായ 2 വ്യക്തികൾ കൂടിയുണ്ട്. ഒരാളെ തന്നെയല്ല ഞാൻ പറയുന്നത്. 1 ജ്യോതിഷ് ജി, 2 ജയകൃഷ്ണൻ ജി, 3 സുരേഷ് ജി. ഇവര് 3 പേരും ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന ഒരു സംഘടനയുടെ രൂപീകരണം നമ്മളെയൊക്കെ ഭക്തി സാന്ദ്രതയിൽ ആക്കിക്കൊണ്ട് ഇങ്ങനൊരു ലിങ്ക് തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് സനാതനധർമ്മം, സാറ് ഇത് പ്രഭാഷണം പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം. സാറ് വേണ്ട രീതിയിൽ നമുക്കതെല്ലാം പറഞ്ഞു തരും. ഈ 3 പേരെയും, പ്രഗത്ഭരായിട്ടുള്ള ഈ ലിങ്കിലെ 3 പേരെയും ഞാൻ ഏറെ ബഹുമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ അതിലെല്ലാം ഉപരി നമ്മുടെ ശ്രോതാക്കൾ, അവിടെയാണ് നമുക്ക് ഈ ലിങ്കിന്റെ വിജയം. ശ്രോതാക്കൾ ഏത് സമയം നമ്മൾ ഈ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അവര് പെട്ടെന്ന് ഈ ലിങ്കിൽ കയറി നമ്മുടെ കൂടെയുള്ള സഹകരണം, കൂട്ടായ്മ, ഒരു കുടുംബം എന്ന രീതിയിൽ അവര് നല്ല രീതിയിൽ ഈ ശ്രോതാക്കളെല്ലാവരും, ആരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല എങ്കിൽ തന്നെയും എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക് ആർദ്രമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം സരസ്വതി ഏട്ടത്തിയുടെ എളിയ വാക്കുകൾക്ക്. ഞാൻ അടുത്തതായി നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ 4 വർഷമായി പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇതുവരെയുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് വിശദീകരിക്കുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പാലക്കാട് ജില്ലാ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ ശ്രീമതി ഉഷ ചേനാസിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ വ്യത്യസ്തങ്ങളായ പ്രവർത്തികളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും ധാരാളം പ്രവർത്തികൾ ഒത്തൊരുമിച്ച് വളരെ ഭംഗിയായി നമുക്ക് ഏവർക്കും ഉൾക്കൊള്ളാൻ പാകത്തിൽ നടത്തിവരുന്ന ആദിശങ്കര ഫൗണ്ടേഷന്റെ പ്രവർത്തികളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ സംരംഭത്തെ കുറിച്ച് വളരെ ചുരുക്കി തന്നെ ഞാനൊന്ന് പറയുകയാണ്. ആദ്യമായി സത്സന്ധ്യ. നമുക്കറിയാം, എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച 8 തൊട്ട് 9 വരെ നമ്മൾ സത്സന്ധ്യ നടത്താറുണ്ട്. അത് 255ഓളം എപ്പിസോഡുകളായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. രണ്ടാമതായി അദ്വൈത ലഹരി. എല്ലാ മാസവും 2ാമത്തെ ഞായറാഴ്ച വൈകുന്നേരം 3 തൊട്ട് 4 വരെയാണ് വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെ കുറിച്ചുമുള്ള പഠന ക്ലാസ് നമുക്കറിയാവുന്ന ശ്രീ വിശ്വനാഥൻ സാറ് കഴിഞ്ഞ 3.5 വർഷമായി 40ഓളം എപ്പിസോഡുകളായി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അഭിമാനപൂർവ്വം പറയേണ്ടിയിരിക്കുന്നു. മൂന്നാമതായി ദിഗ്വിജയം നമുക്ക് ഏവർക്കും അറിയുന്നത് പോലെ ആദിശങ്കരാചാര്യരുടെ ജീവിതവും കൃതികളെ കുറിച്ചുമുള്ള നമുക്ക് ഏവർക്കും അറിയാവുന്ന സ്വാമിനിയുടെ അവലോകനം എല്ലാ മാസവും 3ാമത്തെ ഞായറാഴ്ച 8 തൊട്ട് 9 മണി വരെ രാത്രി നടത്താറുണ്ട്. അതും 25ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ നടക്കുന്നത്. ഇനി 4ാമതായി സനാതന ധർമാമൃതം. ഇപ്പൊ നമ്മൾ ആ ഒരു ഇതിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിയുടെ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ഏറ്റവും നൂതനമായ അല്ലെങ്കിൽ ഭംഗിയേറിയ കാര്യങ്ങൾ നമുക്കിന്ന് ഉൾക്കൊള്ളാം. സനാതനധർമ്മം എല്ലാം സനാതനധർമ്മത്തെക്കുറിച്ച് അറിയുന്നതിനും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനുമായിട്ട് എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ച ഇതുപോലെ രാത്രി 8 തൊട്ട് 9 വരെയാണ് പതിവ്. ഇന്ന് ഇത്തിരി നേരത്തെ തുടങ്ങി, 7:45 തുടങ്ങി എന്നേ ഉള്ളൂ. പിന്നെ
അടുത്തത് അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി ആദിശങ്കരാചാര്യരുടെ ആത്മീയ പൈതൃകത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അമൂല്യ കൃതികളായ സൗന്ദര്യലഹരി പഠനത്തിന് ശേഷം നമ്മളേവരും ചേർന്നിട്ടുള്ളതാണ് 2ാം ഘട്ടമായി ഭജഗോവിന്ദവും തുടങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മളെല്ലാവരും അതിൽ ആകാറുമുണ്ട്. ഇനി 6ാമതായി അതുല്യ ഭാരതം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു നൂതന പരിപാടിയാണിത്. 7ാമതായി ക്ഷേത്രായനം. ക്ഷേത്രായനം പലർക്കും അറിയാവുന്നതും അറിയാത്തതുമായ ഇന്ത്യയിലെ തന്നെ പ്രസിദ്ധിയാർജിച്ചതും ആയിട്ടുള്ള അമ്പലങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. 8ാമതായിട്ട് ബാലശങ്കരം. ബാലശങ്കരം വളരെ ഭംഗിയായി സനാതനധർമ്മം കുട്ടികൾക്ക് എന്ന പദ്ധതിയിലൂടെ എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച രാത്രി 8 തൊട്ട് 9 വരെ കുട്ടികൾക്കായി നടത്തുന്ന ഒരു പരിപാടിയാണ്. 9ാമത് മെഡിറ്റേഷൻ ക്ലാസ്. മെഡിറ്റേഷൻ ക്ലാസ് നമ്മൾ ഏവരും വളരെ മനസാന്നിധ്യത്തോടെ, ഏറെ സന്തോഷത്തോടെ ആസ്വദിച്ച് നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ക്ലാസ് ആണത്. ധ്യാനത്തിനായി അല്ലെങ്കിൽ അതിൻ്റെ ആത്മതലങ്ങളിലേക്ക് പോകാനായി എല്ലാ 2ാം ശനിയും രാത്രി 8:30 തൊട്ട് 9 വരെ മെഡിറ്റേഷൻ ക്ലാസ്സും നടത്താറുണ്ട്. അടുത്തത് ആത്മായനം യാത്ര. പുതിയതായി ചെയ്യുന്ന ആത്മായനം യാത്ര സ്വയം കണ്ടെത്താനുള്ള യാത്ര അഥവാ തീർത്ഥാടനം എന്ന് വിശേഷിപ്പിക്കുക. ഇന്ത്യയിലെ പുണ്യസ്ഥലങ്ങളിലേക്ക് ഉത്തരായനത്തിലും ദക്ഷിണായനത്തിലും ഓരോ യാത്ര. അങ്ങനെ 5ാമത്തെ യാത്രയാണ് ഇപ്പോൾ മധുര രാമേശ്വരം പോകാൻ പോകുന്നത്. അടുത്തത് ശങ്കരപഥം യാത്ര. ശങ്കരന്റെ തൃപ്പാദങ്ങൾ പതിഞ്ഞ പുണ്യസ്ഥലങ്ങളിലൂടെ ഒരു യാത്ര എല്ലാ മാസവും നടത്തുകയാണ്. പിന്നീട് ശ്രീ ശങ്കര സ്മൃതി. ആദിശങ്കരാചാര്യ ജയന്തി ആഘോഷങ്ങൾ കൊല്ലത്തിലൊരിക്കൽ മെയ് മാസത്തിലാണ് നമ്മൾ നടത്താറുണ്ട്. ആദിശങ്കര ഫൗണ്ടേഷൻ നടത്താറുണ്ട്. പിന്നെ പുതിയതായി സുഹൃതം സംസ്കൃതത്തിന്റെ 2ാമത്തെ എപ്പിസോഡ് എന്ന് തന്നെ പറയാം. ആദ്യത്തെ ഒരു കോഴ്സ് കഴിഞ്ഞ് ദേവഭാഷയായ സംസ്കൃതം പഠിക്കാനായിട്ടൊരവസരം എല്ലാ 3ാമത്തെ ഞായറാഴ്ചയും രാത്രി 7:30 മലയാളത്തിലുമുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്. രണ്ടും രാത്രി 7:30, ഒന്ന് രാവിലെ 11-നും ഒന്ന് രാത്രി 7:30-നുമാണ്. അങ്ങനെ സുഹൃതം സംസ്കൃതവും ആദിശങ്കര ഫൗണ്ടേഷന്റെ ഒരു ഭാഗമാണ്. അടുത്തത് ശങ്കരഗ്രാമമാണ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു ഗ്രാമത്തെ ദത്തെടുത്ത് അവരുടെ ജീവിത നിലവാരം ശക്തിപ്പെടുത്തുന്നതോടൊപ്പം കുട്ടികൾക്ക് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യവും മുൻനിർത്തി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതാണ്. പിന്നീട് ചാരിറ്റി പ്രവർത്തനങ്ങൾ വളരെയേറെ ചെയ്യാറുണ്ട്. അത് മാനുഷിക പരിഗണനയെ മുൻനിർത്തി തന്നെ വൈദ്യസഹായമായിട്ടും അല്ലെങ്കിൽ അതിനു വേണ്ട ധനസഹായമായിട്ടും അങ്ങനെ ആവശ്യക്കാർക്ക് ആർക്കാണോ ആവശ്യം അതിനനുസരിച്ച് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 16ഓളം വിവിധങ്ങളായ വ്യത്യസ്ത പരിപാടികൾ നടത്തുന്ന ആദിശങ്കര ഫൗണ്ടേഷന്റെ ഒരു ഘട്ടത്തിലൂടെ, അതായത് സനാതനധർമ്മം എന്ന ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അത് ഉൾക്കൊള്ളാം, ആസ്വദിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ സന്തോഷം ഉഷേട്ടത്തി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിശദമായി തന്നെ കാര്യങ്ങളെല്ലാം ഉഷേട്ടത്തി സൂചിപ്പിച്ചു. ആദിശങ്കര ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളാണ് ഉഷേട്ടത്തി ഇവിടെ അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് അഭിമാനം നൽകുന്ന കാര്യങ്ങളാണ്. കാരണം അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ആദിശങ്കര ഫൗണ്ടേഷൻ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ചില കാര്യങ്ങളാണ് ഉഷേട്ടത്തി ഇവിടെ സൂചിപ്പിച്ചത്. വളരെ സന്തോഷം. ഞാൻ അടുത്തതായി ഇന്ന് നമ്മളെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഖ്യാതിഥിയെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആലപ്പുഴ ജില്ലാ ചാപ്റ്ററിന്റെ ചീഫ് കോർഡിനേറ്ററായ ശ്രീമതി ഉഷ അന്തർജനത്തിനെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം, നമസ്തേ, ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന നമ്മുടെ സംഘടനയുടെ സനാതന ധർമാമൃതം എന്ന സനാതന ധർമ്മത്തെ അധികരിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 7ാം ഭാഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിലേക്ക് ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് സമാരാധ്യനായ വേണുഗോപാൽ സാറാണ്. സാറിനെ പരിചയപ്പെടുത്തുക എന്നതാണ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ശരിക്കും പറഞ്ഞാൽ വേണുഗോപാൽ സാറിനെ നമുക്കെല്ലാം പരിചിതമാണ്. ഇനിയൊരു മുഖവുരയുടെ
ആമുഖത്തിന്റെ ആവശ്യമില്ല. എങ്കിലും ഭാഗത്ത് 2 വാക്ക് സാറിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം. സാറ് ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട എന്നീ ജില്ലകളുടെ കളക്ടറായിട്ട് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. സ്തുത്യർഹമായ എന്ന് എടുത്തു പറയാൻ തന്നെ കാരണം ഞങ്ങളുടെ പത്തനംതിട്ട ജില്ല പോലൊരു ജില്ലയിലാണ് പുണ്യമായ പവിത്രമായ ശബരിമല. മണ്ഡലകാലത്ത് ആ ഒരു മണ്ഡലകാലം മറ്റ് തടസ്സങ്ങളും കുഴപ്പങ്ങളും ഒന്നും ഇല്ലാതെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞത് നല്ല ഒരു ടാസ്ക് തന്നെയാണ്. സാറ് അവിടെ കളക്ടറായിട്ട് ഇരുന്നപ്പോൾ ഭക്തജനങ്ങൾക്ക് അവരാഗ്രഹിക്കുന്നത് എന്താണോ ആ രീതിയിൽ ഒരു മണ്ഡലകാലം പൂർത്തീകരിക്കാൻ തീർച്ചയായിട്ടും സാറിന്റെ സേവനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. കാരണം സാർ ഒരു ഭക്തദാസനാണല്ലോ. ഭക്തി വിദ്യാഭ്യാസം ശരിക്ക് സയൻസും വിദ്യാഭ്യാസവും ഒക്കെ നടത്തുന്നവർക്ക് ഭഗവത് കാര്യങ്ങളിൽ ഈശ്വര ശ്രദ്ധ കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. ശരിക്കും സാറിനെ അടുത്തറിയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഇത്രയും അറിവുകൾ സയൻസിനെ കുറിച്ചും ഒക്കെ ഉള്ളവർ തന്നെ സ്പിരിച്വലായിട്ട് ഇത്രയും ഉയർന്ന നിലവാരത്തിലേക്ക് എത്തുന്നത് കാണുമ്പോൾ നമ്മൾ ശരിക്കും നമിച്ചു പോവാറുണ്ട്. പിന്നെ അതുകൂടാതെ അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായിരുന്നു, ഗുരുവായൂർ ദേവസ്വം കമ്മീഷണറായിരുന്നു, കൂടൽമാണിക്യം ദേവസ്വം കമ്മീഷണറായിരുന്നു. അദ്ദേഹത്തിന്റെ ആ പ്രാഗൽഭ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതാത് കാലങ്ങളെ ഗവൺമെന്റ് അദ്ദേഹത്തിന് ആ പ്രധാനപ്പെട്ട ഒരു ദേവസ്വത്തിന്റെ മുഴുക്കെ ചുമതല ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതൊക്കെ തന്നെ അദ്ദേഹം ഒരു കർമ്മയോഗിയെ പോലെ, ഒരു ഭക്തദാസനെ പോലെ ഭക്തർക്ക് ഭഗവാന് എന്താണ് ഗുണം ചെയ്യുന്നത് അതിനനുസരിച്ച് തന്നെ സനാതന ധർമ്മശാസ്ത്രത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ എങ്ങനെയാണോ ശ്രീരാമൻ ധർമ്മത്തെ വിടാതെ പിന്തുടർന്നത് അതുപോലെ തന്നെ അദ്ദേഹവും ആ കർമ്മമണ്ഡലങ്ങളിലൊക്കെ ശോഭിക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ കൂടാതെ ഔദ്യോഗിക മണ്ഡലത്തിലേക്ക് നമുക്കെടുത്താൽ ഇതൊക്കെ ഔദ്യോഗിക കാര്യങ്ങളൊക്കെ തന്നെയാണെങ്കിൽ തന്നെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം സഹകരണം, ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്, ലീഗൽ മെട്രോളജി, കയർ, ടാക്സസ് എന്നീ വിഭാഗങ്ങളിൽ ഗവൺമെന്റ് സെക്രട്ടറി ആയിട്ട് അവിടെയും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് സാറിന്റെ കർമ്മമണ്ഡലത്തെ സാറ് സമ്പുഷ്ടമാക്കുകയാണ് ചെയ്തത്. ഇതുകൂടാതെ ഇദ്ദേഹം സർവീസിൽ നിന്നും വിരമിച്ച ശേഷം സാറ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അറിഞ്ഞാല് അതാണ് ഇതിലെല്ലാം പരമപ്രധാനമായി ഞാൻ കാണുന്നത്. സാറ് നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ സമൂഹത്തിൽ പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് ദിശാബോധമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി ധാരാളം മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. ഇന്ന് ദിശ മാറിപ്പോകുന്ന കുഞ്ഞുങ്ങളെ നേരാം വഴിക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്താൽ കഴിയുന്നത് എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ അദ്ദേഹം ചെയ്യാറുണ്ട്. അതുപോലെ IAS IPS പോലുള്ള കോഴ്സുകളിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നതിന് വേണ്ടി അവരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ അദ്ദേഹം എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആധ്യാത്മിക പ്രഭാഷണങ്ങളും രണ്ടും ഒരേ സമയം തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയെ കൂട്ടുപിടിക്കുന്നതോടൊപ്പം തന്നെ ആ സ്പിരിച്വാലിറ്റിയെയും കൂടെ നിർത്തുന്ന അദ്ദേഹത്തിനെ നമുക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിലും സാറിനോടുള്ള എൻ്റെ ആദരവ് കാരണം സാറിൻ ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടി, ഈ സാംസ്കാരിക മേഖലയ്ക്ക് വേണ്ടി, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് പറയാതെ നിവർത്തിയില്ല. അങ്ങനെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെല്ലാം തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തൻ്റെ കർമ്മമേഖലയെ കർമ്മയോഗിയെ പോലെ അനുഷ്ഠിക്കുന്ന അദ്ദേഹത്തെ ഇന്ന് സനാതന ധർമ്മശാസ്ത്രത്തെക്കുറിച്ച് നമുക്കറിവ് തരുന്നതിലേക്ക് എല്ലാവരുടെയും പ്രാർത്ഥനയോടെ സാദരം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം ഉഷേടത്തി. ഞാൻ വളരെ ഭക്തിയാദരവോടുകൂടി വേണുഗോപാൽ സാറിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ മുമ്പ് ഈ വേദിയെ ധന്യമാക്കിയിട്ടുണ്ട്. ഒരിക്കൽ ആത്മാനം യാത്രയുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് സാർ മുമ്പ് ഇവിടെ വന്നിരുന്നത്. അന്ന് അലക്സാണ്ടർ ജേക്കബ് സാറും ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വളരെ ഭക്തിയാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ജയശങ്കര.
അങ്ങയുടെ മ്യൂട്ടാണോ എന്ന് സംശയമുണ്ട്. അല്ലല്ലോ, അല്ല. നമുക്ക് ആരംഭിക്കാം. ആ, ആരംഭിക്കാം. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഈ ഒരു ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ ഒരു ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉഷ എന്നോട് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ എനിക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല എന്നുള്ളതാ വസ്തുത. ഞാനിത് ഒരു സത്സംഗത്തിന്റെ വേദിയായിട്ടാണ് കാണുന്നത്. അതിന് പറ്റിയ ആളുകള് ആദിശങ്കരാചാര്യരെ കുറിച്ചോ അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചോ ഹൈന്ദവ ധർമ്മത്തെക്കുറിച്ചോ സനാതന മൂല്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയാത്തവരല്ല ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെന്ന് എനിക്ക് നന്നായി അറിയാം. ഒരുപാട് ഗ്രന്ഥ പരിചയമുള്ളവരാണവര്. ഒരുപാട് പ്രോഗ്രാം, ഒരുപാട് മനീഷികളുടെ സംഭാഷണവും അവരുടെ വാക്ചാതുര്യതയൊക്കെ അറിഞ്ഞ് അനുഭവിച്ച് അതിൽ നിന്ന് അറിവും വിവേകവും ഉൾക്കൊണ്ട ഒരു എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിനോടാണ് ഞാൻ സംവദിക്കുന്നത് എന്നുള്ള നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സത്സംഗത്തിന്റെ വേദി കൂടിയാണ്. മറിച്ച് മറ്റൊന്നുകൂടിയുണ്ട്. ഭാരതത്തിൽ ജനിച്ച ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമപ്രധാനമായ ഒരു കർത്തവ്യം കൂടിയാണ് ആചാര്യസ്വാമികളെ സ്മരിക്കുക എന്നുള്ളത്. ആചാര്യസ്വാമികൾ ഇല്ലാത്ത ഒരു ഭാരതത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? അദ്ദേഹം ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ധർമ്മം, നാം ഒക്കെ നിലനിൽക്കുന്ന ഈ ധർമ്മം എവിടെ എത്തുമായിരുന്നു? ഒന്ന് ആലോചിച്ചാൽ മതി. ആരും ആ മഹാമനീഷിയുടെ മുന്നില്, ആ ആചാര്യന്റെ മുന്നില് നമസ്കരിച്ചു പോകും. നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. പണ്ടേ കുപ്രസിദ്ധിയുണ്ട് കേരളത്തിന്. അതെന്ന് പറയുന്നത്, ഒരു സന്യാസിക്ക്, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ, കേൾക്കുന്നുണ്ട്. ഒരു സന്യാസിക്ക് ഭിക്ഷ കിട്ടാത്ത ഒരു നാടുണ്ടെങ്കിൽ അത് കേരളം എന്ന് പണ്ടേ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത് ഭ്രാന്താലയമാണെന്ന് വിവേകാനന്ദ സ്വാമികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഭ്രാന്താലയമൊന്നുമല്ല, അതിലും ഒക്കെ അപ്പുറമായിരിക്കുന്നു. നമ്മുടെ നാട്ടില് ഇന്ന് നടക്കുന്ന ഓരോ സംഭവങ്ങള് അവസാനമായിട്ട് ഗുരുപാദങ്ങളെ പൂജിച്ചതിനെ കുറിച്ച് തന്നെ വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നു. എവിടെ എത്തിയിരിക്കുന്നു നമ്മുടെ ധർമ്മം? എവിടെ എത്തിയിരിക്കുന്നു നമ്മളുടെ ചിന്തകള്, നമ്മുടെ സംസ്കാരം, നമ്മുടെ കാഴ്ചപ്പാട്? അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുക. ഇതിലും വലിയ വിഷമതയേറിയ ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നേ. ഈ ധർമ്മം സനാതനമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാല്, ഓരോ കാലത്തും അതിനെ ബാധിക്കുന്ന ജീർണതകൾ അതില്ലാതാക്കി ഈ ധർമ്മത്തെ ഉദ്ധരിക്കാൻ ഓരോ അവതാര പുരുഷന്മാരുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ദശാവതാരങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നേ, മനുഷ്യര് തന്നെ അവതാര പുരുഷന്മാരുടെ മഹിമയോടെ ഈ ധർമ്മത്തിനു വേണ്ടി, ഈ സംസ്കാരത്തിന് വേണ്ടി പ്രവർത്തിച്ച് ഈ നാടിനെ ധർമ്മച്യുതിയിൽ പെടാതെ കാത്തുപോന്ന ഒരുപാട് ആളുകൾ. അതില് കലിയുഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യന ശ്രീമദ് ശങ്കര ഭഗവത്പാദ ആദിശങ്കരാചാര്യര്. അദ്ദേഹത്തിന്റെ ജനനം പോലും തർക്ക വിഷയ. AD ഒരു കൂട്ടര്, BC ഉണ്ടെന്ന് വേറൊരു കൂട്ടര്. ശൃംഗേരി മഠത്തില് BC എന്നുള്ള വളരെ കൃത്യമായ കണക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദി ശങ്കരാചാര്യര് മുതല് പിന്നീട് അവിടെ അവരോധിക്കപ്പെട്ട ഓരോ ശങ്കരാചാര്യന്മാരെ കുറിച്ചുള്ള വ്യക്തമായ രേഖകൾ ആ മഠം സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നോക്കിയാല് അദ്ദേഹം ജനിച്ചത്
AD-യിലല്ല BC-യിലാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും. അത് എപ്പോഴെങ്കിലും ആയിക്കൊള്ളട്ടെ. അദ്ദേഹത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ദ്വാപരയുഗത്തില് വേദവ്യാസന്റെ സ്ഥാനം എന്തോ അതിന് തുല്യമാണ് കലിയുഗത്തിലെ ആചാര്യസ്വാമികളുടെ സ്ഥാനം. നമുക്ക് അദ്ദേഹമായിട്ട് തന്ന ദശനാമി സന്യാസ സമ്പ്രദായം, അദ്ദേഹത്തിന്റെ അത് സത്യത്തിലെ ഹൈന്ദവ ധർമ്മത്തെ നിലനിർത്തുന്നത് ആ സന്യാസ പരമ്പരകളാണ്. ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒരുപാട് സന്യാസ പരമ്പരകൾ, സന്യാസ സമ്പ്രദായങ്ങൾ നമുക്കുണ്ട്. ശ്രീരാമകൃഷ്ണ മിഷനുണ്ട്, അങ്ങനെ ചിന്മയാനന്ദ സ്വാമിയുടെ ഉണ്ട്, ഒരുപാട് പേരുടെ ഉണ്ട്, മധ്വാചാര്യ, അങ്ങനെ ഒരുപാട് പേരുടെ ഉണ്ട്. എങ്കിലും ഇത് ആചാര്യസ്വാമികളുടെ തന്നെ പേരിലാ വരുന്നത്. ഓരോരുത്തരും ഓരോ ശങ്കരാചാര്യരാ. ഓരോരുത്തരും ലോകം മുഴുവൻ അറിയുന്ന വ്യക്തിത്വങ്ങളുമാണ്. അഗാധമായ പാണ്ഡിത്യം, അതിശക്തമായ തപസ്, ഇതിന്റെ എല്ലാം പിൻബലത്തോടു കൂടി ഈ ധർമ്മത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങി ധർമ്മ പ്രചരണം നടത്തുന്ന ഒരു 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 സന്യാസ സമ്പ്രദായമാണ്. കിഴക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ സത്സംഗം എന്ന് പറയട്ടെ, എന്താ നമ്മള് ഈ ആചാര്യസ്വാമികളുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല. ശൃംഗേരിയിലെ തെക്ക് ശൃംഗേരിയിലെ സുരേശ്വരാചാര്യര ആ മഠത്തിന്റെ ആദ്യത്തെ ശങ്കരാചാര്യര്. അത് യജുർവേദമാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത്. അഹം ബ്രഹ്മാസ്മിയ അവിടുത്തെ ആപ്തവാക്യം. വടക്ക് ബദരീനാഥിലെ ജ്യോതിർമഠത്തില് അവിടുത്തെ തോടകാചാര്യര അവിടുത്തെ സന്യാസി പരമ്പരയിലെ ആദ്യത്തെ ആള്. അയമാത്മാ ബ്രഹ്മയ അവിടുത്തെ പ്രധാന ആപ്തവാക്യം അഥർവവേദമാ പ്രധാനമായിട്ട് അവിടെ പ്രചരിപ്പിക്കപ്പെടുന്നതും പഠിക്കപ്പെടുന്നതും. ഇവിടെ കിഴക്ക് പുരി ഗോവർദ്ധന മഠാധിപതി, അത് ആദ്യം പത്മപാദരായിരുന്നു അവിടെ സ്ഥാപിച്ചത്. ഋഗ്വേദമാ പ്രാധാന്യം കൊടുക്കുന്നത്. പ്രജ്ഞാനം ബ്രഹ്മ എന്നുള്ളതാ അവിടുത്തെ പ്രധാനമായ ആപ്തവാക്യം. ഇനി പടിഞ്ഞാറ് ദ്വാരകയിലെ ശാരദാമഠം, ഹസ്താമലകാചാര്യൻ അദ്ദേഹത്തിന്റെ സാമവേദമാണ് അവിടെ തത്വമസി എന്ന മഹാവാക്യം. ഈ 4 മഹാവാക്യങ്ങളും ഈ 4 വേദങ്ങളും ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തുടനീളം പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ആചാര്യസ്വാമികൾ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ഋഷഭാചലാചാര്യന്റെ, നമ്മുടെ വടക്കുനാഥന്റെ അനുഗ്രഹത്തോടെ അങ്ങനെ ഒരു സൽപുത്രൻ ഈ നാട്ടില്, ഈ കേരളത്തില് ജനിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മൾ മലയാളികൾ അറിയപ്പെടുന്നത്, എവിടെ ചെന്നാലും അറിയപ്പെടുന്നത് ആചാര്യസ്വാമികളുടെ നാട്ടിൽ നിന്ന് വന്നവരെന്ന നിലയിലല്ലേ നമ്മൾ അറിയപ്പെടുന്നത്. ഏതൊരു ക്ഷേത്രത്തിൽ ചെന്നാലും ഇവിടുത്തെ പൂജാവിധാനങ്ങള് അദ്ദേഹം ചിട്ടപ്പെടുത്തിയതാണെന്ന് പറയുന്നതിന് എല്ലാവരും അഹമിഹ മത്സരിക്കല്ലേ. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഉടനീളം ഈ ഒരു ആചാര്യന്റെ പേരിലല്ലേ നമ്മൾ അറിയപ്പെടുന്നത്. എന്നിട്ടോ ആ ആചാര്യന് അർഹമായ സ്ഥാനം നമ്മുടെ നാട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ഭാഗ്യവശാല് ഒരു യൂണിവേഴ്സിറ്റി ഇപ്പൊ ഉണ്ട് കാലടിയില്. എന്നാൽ അതും ഒരു ജീർണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം അതൊന്ന് ഉദ്ധരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞോ? കാഞ്ചി മഠാധിപതി വേണ്ടി വന്നില്ലേ? എവിടെ എത്തിയിരിക്കുന്നു നമ്മൾ ആദി ശങ്കരാചാര്യരെ കുറിച്ച് ഊറ്റം കൊള്ളുന്നുണ്ട്.
അഭിമാനം കൊള്ളുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് വന്നവരാണെന്ന് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരൊക്കെ ഇത്രയും എന്താ നമ്മൾ ഇത്രയും അവഗണിച്ച ഒരു മഹാത്മാവിനെ കുറിച്ച് ബോധം അവരുടെ ഉള്ളിലുള്ളതും കൂടി അറിയണം. ആ ഒരു അവസ്ഥയിലാ നിങ്ങൾ ഈ ഫൗണ്ടേഷൻ അദ്ദേഹത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നത്. അങ്ങനെയുള്ള നിങ്ങളുടെ കൂടെ ഒരല്പസമയം ചിലവഴിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഭാഗ്യമാണ്. ഇനി കേരളത്തിലുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ 4 മഠം ഉഷ. ഈ തൃശ്ശൂർ ആസ്ഥാനമാക്കി ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരത്ത് മുഞ്ചിറ മഠം വരെയുണ്ട്. കാസർഗോഡ് ഇടനീർ മഠമാണ് എന്നാ എൻ്റെ വിചാരം. തിരുവനന്തപുരത്ത് മുഞ്ചിറ മഠം വരെയുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ചുമുണ്ട്. ഇന്നിപ്പം ഈയിടയ്ക്കാണല്ലേ അവിടെ തൃശ്ശൂർ ഒരു സന്യാസ ഒരു ഉണ്ടായത്. തെക്കേ മഠത്തിലുണ്ടായത്. അങ്ങനെ ഇനി നേരെ നമുക്ക് അങ്ങനെയുള്ള ആചാര്യ സ്വാമികളുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്കൊന്ന് കടക്കട്ടെ. സനാതന ധർമ്മം എന്നാ പറയുന്നത്. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ വീട്ടില് കുറച്ച് സന്യാസിമാർ വന്നിരുന്നു. അപ്പൊ അവര് വന്നത് ഇപ്പം നടക്കുന്ന ഒരു ധർമ്മ സന്ദേശ യാത്രയെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നു. ആ വന്ന കൂട്ടത്തിൽ അത് സംസാരിച്ച കൂട്ടത്തില് അതില് പ്രമുഖനായ സന്യാസി ശ്രേഷ്ഠൻ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടായപ്പോഴ് സനാതന ധർമ്മ സന്ദേശ യാത്ര എന്നായിരുന്നു അത് വെക്കാനിരുന്നത്. പക്ഷെ സനാതനം എന്ന് കേട്ടാൽ ഇവിടെ പലർക്കും എന്താ രുചിക്കായിക കൊണ്ട് ഞാൻ അങ്ങനെ ഒരു വാക്കേ ഉപയോഗിക്കുന്നുള്ളൂ. അത് ധർമ്മ സന്ദേശ യാത്ര എന്നാക്കി ചുരുക്കിയത്. വീണ്ടും വീണ്ടും നമ്മളുടെ ഒരു അവസ്ഥ. എന്താ ധർമ്മം? എന്താ സനാതന ധർമ്മം അല്ലെ ധർമ്മം? ധാരയേതി അത് ധർമ്മ. അല്ലെങ്കിൽ ഞാൻ ചെറുപ്പം മുതൽ കേട്ടുവരുന്ന ഒരു കാര്യമാണ് ധർമ്മോ രക്ഷതി രക്ഷിതാഹ. അതായത് നമ്മളുടെ ഗൃഹങ്ങളിലെല്ലാം ധർമ്മത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. പുരുഷാർത്ഥങ്ങൾ പോലും ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ എന്നാണ് പറയുന്നത്. ധർമ്മം കഴിഞ്ഞിട്ടാ അർത്ഥകാമങ്ങൾ വരുന്നത്. അപ്പം ധർമ്മത്തിനാണ് ആദ്യം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ധർമ്മത്തിലൂടെയുള്ള അർത്ഥകാമങ്ങള് നമുക്ക് അനുഭവിക്കാവുന്നതാ, വിധിയുണ്ട്. അതാരും വർജ്യമാക്കുന്നില്ല. ധർമ്മത്തിലൂടെ വേണം അർത്ഥകാമങ്ങൾ നേടണമെന്ന് മാത്രമേ ഉള്ളൂ. അതാ ധർമാർത്ഥ കാമ മോക്ഷങ്ങള്. ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയുമ്പം നമ്മുടെ ഓരോരുത്തരുടെയും കടമയാ ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ളത്. നമ്മളാൽ രക്ഷിക്കപ്പെട്ട ധർമ്മം അത് നമ്മെ രക്ഷിക്കുന്നതാണ്. അവിടെ ആ ഭാരതീയ ചിന്താധാരയുടെ പ്രാധാന്യം വരുന്നത്. രക്ഷ എവിടെയാ? രക്ഷ ചതുരംഗ സേനയിലാണോ? ഒരു രാജ്യത്തിന്റെ, ഒരു സംസ്കൃതിയുടെ, ഒരു ജനത്തിന്റെ രക്ഷ പട്ടാളത്തിലാണോ? നമ്മൾ അങ്ങനെ അല്ല ധരിച്ചിരുന്നത്. നമ്മൾ സംസ്കൃതി പറഞ്ഞിരുന്നത് രക്ഷ എന്ന് പറയുന്നത് ധർമ്മത്തിലാണ്. ധർമ്മം അനുഷ്ഠിക്കുന്ന ഒരു ജനതയെ ആ ധർമ്മം തന്നെ രക്ഷിക്കുന്ന. അതുകൊണ്ടാ ഈ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പരശുരാമസ്വാമി കേരളം സൃഷ്ടിച്ച് കഴിഞ്ഞപ്പോഴേ കേരളത്തിന്റെ രക്ഷയ്ക്കായി അദ്ദേഹം 108 ദുർഗാലയങ്ങളും ശൈവാലയങ്ങളും അതൊക്കെയും വൈഷ്ണവ ഇതുവാ സ്ഥാപിച്ചത്. അല്ലാതെ അവിടെ പട്ടാളക്കാരെ നിരത്തുകയല്ല ചെയ്തത്. കാരണം നമ്മുടെ ബോധം അതാ. രക്ഷ എന്ന് പറയുന്നത് ധർമ്മം രക്ഷിക്കപ്പെടുമ്പോൾ ആ നാട് സ്വയമേവ രക്ഷിക്കപ്പെടും. ഇത് നമ്മുടെ ഗൃഹത്തിനും വ്യക്തിക്കും ഒക്കെ ബാധകം.
ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ഇല്ലാതാക്കാനോ അദ്ദേഹത്തെ മോശക്കാരനാക്കാനോ ആർക്കും കഴിയില്ല. അതാ ധർമ്മം. ധർമ്മം നൽകുന്ന ഒരു രക്ഷ. അതാ നമ്മുടെ സനാതന ധർമ്മം ലോകത്തിന് മുഴുവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വസുധൈവ കുടുംബകം എന്നൊക്കെ പറയുന്നത് ഒരു ഇതിലാ. നമ്മൾ ഒരിക്കലും നമ്മൾ മാത്രമായിട്ട് നമ്മുടെ ചിന്താ പദ്ധതിയിൽ വന്നിട്ടില്ല. നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് വിശ്വം എന്ന ആ അശ്വത്ഥതയെ കുറിച്ചാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാം. അത് നമ്മൾ മാത്രമല്ല, തിര്യക്കുകളും എല്ലാം ഈ ഒരു എല്ലാവരും ചേർന്ന ഒരു 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 വിശ്വത്തെ കുറിച്ചാണ് നമ്മൾ ഭാവന ചെയ്യുന്നത്. അത് മനുഷ്യന് മാത്രം വേണ്ടിയല്ല വിശ്വം. മനുഷ്യൻ ഈ വിശ്വത്തിന്റെ 84 ലക്ഷം സ്പീഷീസ് ഈ ഭൂമിയിലുണ്ടെന്നാണ് നമ്മുടെ സംസ്കാരം പറയുന്നത്. ആ 84 ലക്ഷം സ്പീഷീസ് ഉള്ള അതിലൊന്നു മാത്രമാണ് ഹോമോസാപ്പിയൻസ്. അതാ മനുഷ്യൻ. ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഭൂമി. ഈ ഭൂമിയിലുള്ള വിഭവങ്ങള്, ഈ ഭൂമി മുഴുവൻ ഒറ്റയ്ക്കൊരാൾക്ക് വേണ്ടിയല്ല. ബാക്കി ജീവജാലങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി അല്ല. എല്ലാ ജീവജാലങ്ങളും നമ്മെ പോലെ തുല്യ പ്രാധാന്യമുള്ളതാണ് ഈ പ്രപഞ്ചത്തില്. അതാ നമ്മുടെ സംസ്കാരം. ആലോചിക്കൂ. നമ്മുടെ 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 ഈ ഇപ്പൊ നമ്മൾ കർക്കിടക മാസമല്ലേ, രാമായണം മിക്കവാറും ഹൈന്ദവ ഗൃഹങ്ങളിൽ ഇപ്പൊ രാമായണം വായിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ പല ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട്. രാമായണത്തിൽ ഏറ്റവും പ്രധാന കഥാപാത്രം ആരാ വന്നിരിക്കുന്നത്? ഒരു കുരങ്ങനല്ലേ, ഹനുമാൻ സ്വാമി അല്ലേ അത്? നോക്കൂ, ഇത്രയും ഞാൻ ഞാൻ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന കഥാപാത്രമാണ് ഹനുമാൻ സ്വാമി. എന്താണെന്നറിയാമോ? ആഞ്ജനേയ സ്വാമിയുടെ പ്രത്യേകത, നമ്മയെല്ലാം രക്ഷിക്കുന്നത് സാക്ഷാൽ മഹാദേവിയാണ്. ആ സാക്ഷാൽ മഹാദേവിയാണ് ഈ പ്രപഞ്ചമായിട്ട് പരിണമിച്ചതെന്ന ഹൈന്ദവ താന്ത്രിക മതം പറയുന്നത്. സാക്ഷാൽ മഹാദേവിയുടെ പരിണാമമായി ഈ പറയുന്ന പ്രപഞ്ചം എന്നുള്ളതാണ്. ആ മഹാദേവിയെ തന്നെ രക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ച സുകൃതിയാണ് ഹനുമാൻസ്വാമി. വേറെ ആർക്കുണ്ട് ഒരിടത്തും പരാജയം ഉണ്ടാവാത്ത ആഞ്ജനേയ സ്വാമി? നീ മറ്റൊന്ന് നമ്മൾ എടുക്കൂ, ഗരുഡ പുരാണം നമ്മൾ കേട്ടിട്ടുണ്ട്. 18 പുരാണങ്ങളിൽ ഒന്നാ ഗരുഡ പുരാണം. ഈ മരിച്ച ശേഷമുള്ള നമ്മുടെ മരണാനന്തര ഗമനത്തെ കുറിച്ചെല്ലാം പറയുന്നത് അതിനകത്താ. ഗരുഡൻ ആരാ? പക്ഷിയല്ലേ? ഇനി നമ്മളുടെ ആരാധനയില് ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്നുള്ളതല്ലേ നാഗാരാധന. ഈ നമ്മുടെ ഈ പ്രപഞ്ചം തന്നെ വഹിക്കുന്നതാരാ? നാഗമല്ലേ? പ്രളയകാലത്തിലും നഷ്ടപ്പെടുന്ന വേദത്തെ നാഗങ്ങളെ സമുദ്രാന്തർഭാഗത്ത് കാക്കുന്നു എന്ന സങ്കല്പം. നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഈ സർവ ജീവജാലങ്ങളും ഒരേ ഒരു ആത്മസത്തയുടെ ഭാഗമാണ് എന്ന കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ഒരേ ഒരു ദർശനം നമ്മുടെ സനാതന ധർമ്മമാണ്. അതാ അത് നിലനിൽക്കുന്നു എന്ന് പറയുന്നേ, അത് സനാതനമാണെന്ന് പറയുന്നേ. ഈ പ്രപഞ്ചം ഉള്ള കാലത്തോളം ധർമ്മമുണ്ട്. പിന്നെന്താ ഈ ധർമ്മം എന്ന് പറയുമ്പം, ധർമ്മം എന്ന ഗോവിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ 4 പാദങ്ങൾ: സത്യം ഒന്നാമത്തെ കാല്, 2 ശൗചം, 3 ദയ, 4 ദാനം.
ഈ ധർമ്മം എന്ന ഗോവ് നിലനിൽക്കുന്നത് ഗോവായിട്ട് നമ്മൾ സങ്കല്പിക്കുമ്പോൾ ഈ 4 പാദങ്ങളിൽ ഊന്നിയാ നിൽക്കുന്നത്. കൃത പ്രേത ദ്വാപര കലിയുഗത്തില് ഈ കൃതയുഗം തൊട്ടുപോലും, കൃതയുഗത്തിന്റെ അവസാനം തൊട്ടുപോലും സത്യത്തിന് ശോഷണം സംഭവിച്ചു എന്നാ. അപ്പൊ ആദ്യത്തെ പാദത്തിന് ശോഷണം സംഭവിക്കുക. ദ്വാപരയുഗത്തിന്റെ അവസാനത്തിലെ കലി തുടങ്ങുമ്പോഴുള്ള രാജാവാ പരീക്ഷിത്തിന്റെ കാലത്ത് പരീക്ഷിത്ത് നോക്കുമ്പോൾ ഒരു പശുവിന് ഒറ്റക്കാലിലൊരു പശു നിൽക്കുക. ആ ഒറ്റക്കാലിലൊരു പശുവിനെ ഒരാള് ഉപദ്രവിക്കുന്നു. രാജാവിന്റെ ധർമ്മമാ എല്ലാത്തിനെയും രക്ഷിക്കുക എന്നുള്ളത്. രാജാവ് വേഗം ഈ ഗോവിനെ രക്ഷിക്കാനായിട്ട് ഊന്നിയപ്പം പാഠഭേദങ്ങളുണ്ട് കേട്ടോ ഈ കഥയ്ക്കൊക്കെ. എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഇതൊക്കെ ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാ. ഇപ്പൊ പുതുതായിട്ടുള്ള എൻ്റെ പഠനം വളരെ കുറവാ. പഠിച്ചത് ഇപ്പൊ ഞാൻ കുറേശ്ശെ വിസർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കാരണം ഈ നമ്മളെല്ലാം കണ്ടീഷൻഡാ. നമ്മൾ ഓൾ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് കണ്ടീഷൻഡ് ബൈ സോ മെനി തിങ്സ്. നമ്മളുടെ വിശ്വാസം, നമ്മളുടെ അറിവ്, നമ്മൾ ബന്ധപ്പെടുന്ന ആളുകൾ, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് കണ്ടീഷൻ ഓരോ വ്യക്തിക്കും ഉണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് വയസ്സ് 63 63 വയസ്സുകൊണ്ടെന്ന് പറഞ്ഞാൽ പാത്രം നിറഞ്ഞു എന്നാ. ഈ പാത്രത്തിലേക്ക് ഇനിയൊന്നും കൊള്ളുകയല്ല. അതുകൊണ്ട് ജ്ഞാനം എവിടുന്നെങ്കിലും വന്നാൽ, ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞാലും ഇതിനകത്ത് നിന്ന് തുള്ളി പുറത്തു പോകത്തേ ഉള്ളൂ, അകത്തിരിക്കുകയല്ല. അത് കാരണം ഞാനിപ്പം ആർജിച്ചതെല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുക. ശുദ്ധ മാനസനാകുക എന്നുള്ളതാണ് ആഗ്രഹം. മഹാദേവിയെ കുറിച്ച് പറയുന്നേ ശുദ്ധ മാനസ എന്നാ പറയുന്നത്. എന്താ ശുദ്ധ മാനസ? ശുദ്ധ മാനസ എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നുമില്ല, നത്തിങ്, യാതൊന്നുമില്ല, ഒരു ചിന്തയുമില്ല, ഒരു മമതയുമില്ല, ഒരു ഡിസയറുമില്ല, ഒന്നുമില്ല. അവിടെയേ ജ്ഞാനം വിളയുള്ളൂ, അവിടെ ആത്മസാക്ഷാത്കാരം ഉണ്ടാകുള്ളൂ. നമുക്ക് പണ്ഡിതരാവാം, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവുണ്ടാവാം, ഇൻഫർമേഷൻ ഉണ്ടാവാം, പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക്, അല്ലെ, ഇൻഫർമേഷൻ എക്സ്പ്ലോഷൻ നടക്കുന്ന ഒരു കാലമായത്. എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലാണ് ഇന്ന് കിട്ടുന്നത്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് അറിയുന്നത്, കുറെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോളജും ഉണ്ടാവാം, പക്ഷെ വിസ്ഡം അത് വളരെ കുറവാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച്, ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞു 4 മഠങ്ങള്, ആ 4 മഹാവാക്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ 4 മഹാവാക്യങ്ങളെ കുറിച്ച് മണിക്കൂറുകളോളം സംസാരിക്കാൻ കഴിയുന്നവരുണ്ടാവാം. ഒരക്ഷരത്തിന്റെ അർത്ഥം അറിയുന്ന എത്ര പേരുണ്ട്? ഒരക്ഷരം. അഹം തീർന്നു, പ്രപഞ്ചം എന്ന് പറയുന്നത് തീർന്നു. അഹം എന്നുള്ള ഒരൊറ്റ വാക്കിൽ തീർന്നു. ആ അഹം, ആ തൊട്ട് ഹ വരെയുള്ള, അതാണ് അഹം എന്ന് പറയുന്നത്. ആ എന്ന് പറയുന്നത് പരമേശ്വരൻ. അകാര ഹകാരാന്തം അക്ഷരമതാ. അക്ഷരസ്വരൂപമാ പ്രപഞ്ചം എന്നാ പറയുന്നത്. തൈത്തരിയോപനിഷത്ത് അന്നാ എൻ്റെ ഓർമ്മ. അക്ഷരസ്വരൂപമാ പ്രപഞ്ചം എന്നാ പറയുന്നത്. അപ്പൊ ആ തൊട്ട് ഹകാരാന്തമുള്ള അക്ഷരങ്ങളാ പ്രപഞ്ചമായിട്ട് രൂപാന്തരപ്പെട്ടത്. ഈ മന്ത്രങ്ങളും ഒക്കെ അതിനകത്ത് വരുന്നതാ. അഹം എന്ന് പറയുന്നത് ആ പരമേശ്വരനാണ്. അഹങ്കാരം അല്ലത്. ആ തൊട്ട് ഹ വരെയുള്ള സർവവും അതിനകത്ത് പെടുക. അപ്പൊ ആ എന്താ പറയാ, ഈ ബോധത്തെ സാക്ഷാത്കരിക്കുക. ആ അഹം എന്നുള്ള ആ ബോധത്തെ, അഹം ഞാൻ, അഹങ്കാരമല്ലത്, ഐ അല്ലത്. ആ സാക്ഷാത്കാരം,
അതാ സനാതന ധർമ്മത്തിന്റെ ലക്ഷ്യവും സനാതന ധർമ്മം കൊണ്ട് നമുക്ക് നേടുന്നതും. ഹൂ ആമൈ, ഞാൻ ആരാണ്? സ്വസ്വരൂപ ദർശനം. ഞാൻ ഈ സംസാരിക്കുന്ന ആളാണോ? ഞാൻ ഈ ശരീരമാണോ? ഞാൻ ഈ അംഗങ്ങളാണോ? ഞാൻ നേടിയെടുത്ത ഉഷ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ ഞാൻ കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. ഇതാണോ? ഇതൊക്കെയാണോ ഞാന്? പിന്നെ ആരാണ് ഈ സംസാരിക്കാൻ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ആരുടെ ശക്തി കൊണ്ടാ? ഈ പ്രപഞ്ചത്തെ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏത് ശക്തി പ്രവർത്തിക്കുന്നത് കൊണ്ടാ? ഏത് ശക്തി എന്നിൽ ഉള്ളത് കൊണ്ടാ ഞാനായിട്ട് ഇങ്ങനെ തുടരുന്നത്? ഏത് ശക്തി എന്നിൽ നിന്ന് ബഹിർഗമിക്കുമ്പോഴാ എന്നിലുള്ള ഈ അംഗങ്ങളെല്ലാം, ചെവി കൊണ്ട് പിന്നെ എനിക്ക് കേൾക്കാൻ കഴിയില്ല, കണ്ണുകൊണ്ട് എനിക്ക് കാണാൻ കഴിയില്ല, നാവ് കൊണ്ട് എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് ഒന്നും കഴിയാതെ വരുന്നത് എപ്പോഴാ? ആ ശക്തി, അതാണ് ഞാൻ എന്ന് ഞാൻ തിരിച്ചറിവ്. അതിന് പാർക്കാനുള്ള ഒരു ശരീരം, ഒരു ഗൃഹം മാത്രമാണ് എനിക്ക് ലഭിച്ച ഈ ശരീരം എന്നുള്ള ആ ബോധം. പറയാൻ എളുപ്പാ. ആ ബോധം നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നതിന് ഉള്ള വഴിയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. സത്യം വദ ധർമ്മം ചര എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് ഒരുപാട്, ഞാൻ എവിടെയും എല്ലായിടത്തും ഞാൻ സംസാരിക്കുന്നിടത്തൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, വലിയൊരു ക്രൈസിസിലൂടെ അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് തന്നെ പറയാം. കാരണം ഈ ധർമ്മത്തെ ഇതിനെതിരെ വലിയ ഒരു നരേറ്റീവ് ഉണ്ടാക്കപ്പെടുന്നുണ്ട്. വലിയ ഒരു കോൺസ്പിറസി വളരെ നടക്കുന്നുണ്ട്. ഇതിപ്പോ തുടങ്ങിയതല്ല. ബ്രിട്ടീഷ് ആധിപത്യം ഇന്ത്യക്ക്, നമ്മുടെ ഭാരത സംസ്കാരത്തിന് ഏൽപ്പിച്ച ഏറ്റവും വലിയ ക്ഷതം എന്ന് പറയുന്നത് അതാ. നമ്മുടെ വിജ്ഞാനമയ കോശത്തില് അവരേറ്റവും അധികം ഭയന്നിരുന്നത് കൽക്കട്ടയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൽക്കട്ട ആസ്ഥാനമായിട്ട് നാട് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവർ നോക്കുമ്പോൾ ആ ഗംഗയില് തുണി ഉടുത്തവര്, ഉടുക്കാത്തവര്, ഒരുപാട് കാഷായ വസ്ത്രധാരികള് അല്ലാത്തവര്, ഇവരൊക്കെ ഈ സന്ധ്യാവന്ദനം ചെയ്യുന്നത് കാണുമ്പം ഇവർക്ക് അത്ഭുത. ഇതെന്താ ഇവരീ കാണിക്കുന്നേ? അവരേറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നേ. കാരണം അവർക്കൊന്നും ആവശ്യമില്ല. നോ ഡിസയർ. ഒരാഗ്രഹവും ഇല്ലാത്ത ആളെ ആർക്ക് ഭയപ്പെടുത്താൻ കഴിയും? ആ ഭയത്തിൽ നിന്ന്, ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ആവേശിച്ചിരിക്കുന്ന, നമ്മളെ ഓരോരുത്തരെയും ആവേശിച്ചിരിക്കുന്ന ഭയത്തിൽ നിന്ന് നമ്മെ പ്രാണനം ചെയ്യുന്ന സംസ്കാരമായത്, ജീവിത രീതിയായത്. അതാ ഈ ധർമ്മത്തിന്റെ പ്രത്യേകത. മൃത്യുവിൽ നിന്ന് അമൃതത്വത്തിലേക്കുള്ള യാത്രയായത്. മൃത്യു എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗയല്ല. മൃത്യു എന്നുള്ളത് നമുക്കില്ല എന്നുള്ളതാ വസ്തുത. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള പ്രയാണമാണ് നമ്മൾ നടക്കുന്നത്. ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്കാവാം. ഈ ധർമ്മം നമ്മളോട് പറയുന്നത് അതാ. നിന്റെ ഭയത്തെ ഇല്ലാതാക്കാൻ ഈ ധർമ്മം ആചരിച്ചാൽ മതി. ഭയമില്ലാതായാൽ പിന്നെ നമുക്ക് എന്താ വേണ്ടേ? ജീവൻ മുക്തനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രപഞ്ചം അവർക്ക് നിസ്സാരമായ ഒരു അനുഭവമല്ലേ? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി, സ്ഥിതി, ലയ, തിരോധാന, അനുഗ്രഹം, ഈ 5 ഭാവങ്ങളും ചെയ്യുന്ന ആ മഹാദേവിയെ കുറിച്ചുള്ള അറിവ്, അതാ ആചാര്യസ്വാമികള്
സൗന്ദര്യലഹരിയിലെ ഇവിടെ ആരോ സംസാരിച്ചപ്പം സൗന്ദര്യലഹരിയെ കുറിച്ച് പറഞ്ഞു. ഗിരാമാഹുർദേവീം ഗൃഹിണീമാഗമവിദോ, ആഗമങ്ങൾ പറയുന്നു. ഹരേ പത്നീം പത്മാം ഹരസഹചരീം അദ്രിതനയ തുരീയാകാഭിത്വം ദുരധിഗമ നിസീമ മഹിമ മഹാമായാ വിശ്വം ഭ്രമയസി പരബ്രഹ്മ മഹിഷി. ആ മഹിഷി നമ്മളെയൊക്കെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ ഭ്രമമാണ് നമ്മുടെ ഓരോ കർമ്മത്തിൻ്റെയും പിറകിലുള്ളത്. ആ പരബ്രഹ്മ മഹിഷിയെ അറിയാനുള്ള വഴിയാണ് ഈ ധർമ്മം. കുട്ടികളോട് പറയണം, അടുത്ത ശ്ലോകം ഒന്ന് ജപിക്കണം. 98-ാമത്തെ ശ്ലോകം നിങ്ങൾ കുട്ടികളെ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാം നമ്മുടെ ഒരു നമ്മളുടെ പാത്രം നിറഞ്ഞിരിക്കുക. നമുക്കിനി ഇതൊന്നും പറഞ്ഞാൽ അധികം ചെല്ലുകയല്ല. വി ആർ കണ്ടീഷൻഡ്. പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങനല്ല. കുഞ്ഞുങ്ങള് ശുദ്ധ മാനസര. അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കഥാകാലേ മാത കലിതാലക്തകരസം പിബേയം വിദ്യാർത്ഥി തവ ചരണ നിർണേജനജലം പ്രകൃത്യാമൂകാനാമപി ച കവിതാകാരണതയാ കഥാദത്തേ മാത തവ വദനതാംബൂലരസതാം. ആ മഹാദേവിയുടെ, ആ സരസ്വതി രൂപത്തിലിരിക്കുന്ന ആ മഹാദേവിയുടെ ആ വദന താംബൂല രസം അനുഭവിക്കാനുള്ള ഭാഗ്യം നമ്മുടെ കുട്ടികൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നിത്യവും അവരോട് ഇത് ജപിക്കാൻ പറയണം. അറിയാതെ അവരുടെ ഉള്ളിലെ ആ ഇരുട്ട് കുറേശ്ശെയായിട്ട് മാറും. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ധർമ്മത്തിൻ്റെ സത്യം എന്നുള്ള ആ പാദം. കുട്ടികളോട് പറയണം, കഴിയുന്നിടത്തോളം സത്യം പറയുക. സത്യം പറഞ്ഞ് ശീലിക്കാൻ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. സത്യം പറയുന്നത് കൊണ്ടുള്ള അപകടം എന്തെങ്കിലും ഉണ്ടായാലും അനുഭവിക്കാൻ പറയണം. അങ്ങനെ സത്യം പറഞ്ഞ് ശീലിക്കുന്ന ഒരു യുവത, അതിൻ്റെ ആത്മബലം അനിർവചനീയമാണ്. ആ കോൺഫിഡൻസ് മറ്റൊരിടത്തു നിന്നും നമുക്ക് കിട്ടുകയില്ല. ഏറ്റവും വലിയ തപസ്സ സത്യം പറയുക എന്നുള്ളത്. തപസ്സിന്റെ പ്രാധാന്യം എന്താ? തപസ്സിലൂടെ അല്ലേ എല്ലാവരും എല്ലാം നേടിയിരിക്കുന്നേ. അത് അസുരനായാലും ദേവനായാലും തപോബലം കുറയുമ്പോഴല്ലേ അവർ കരിക്കട്ടയാകുന്നത്, കനല് കരിക്കട്ടയായിട്ട് മാറുന്നത്. തപസ്, ഏറ്റവും വലിയ തപസ്സ സത്യം പറയാൻ കഴിയുക എന്നുള്ളത്. നമ്മളെ ഈ യൂട്യൂബിലും ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഒരുപാട് അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. ഇപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഒരു നരേറ്റീവ് ഉണ്ട് ഈ ധർമ്മം ഇല്ലാണ്ടാക്കാൻ, ഇത് അകത്തു നിന്ന് ഇല്ലാണ്ടാക്കാൻ. അതാണ്, പുറത്തു നിന്ന് ഇതിനെ കഴിയില്ല, ഇത് സത്യമാ. പിന്നെ ഇല്ലാണ്ടാക്കുന്നത് എങ്ങനെ? അകത്തു നിന്ന്. അതുകൊണ്ടാണ് നമ്മുടെ ഈ സോഷ്യൽ കോൺഷ്യസ്നെസ്സിന്റെ വിജ്ഞാനമയ കോശം അവർ കറക്റ്റ് ചെയ്തത്, ബ്രിട്ടീഷുകാർ. അതുകൊണ്ടാണ് ഈ ആംഗലേയ വിദ്യാഭ്യാസം നേടിയ നല്ലൊരു ശതമാനം ആളുകൾ, നമ്മുടെ ആളുകൾ, ഈ ധർമ്മത്തിനെ ദുഷിക്കുന്നത്. നോക്കൂ, ഇത്രയധികം ഏറ്റവും വലിയ മഹാഭാവം എന്ന് പറയുന്നതാ ഒന്നാണ് ഈ മഹാത്മാക്കളെ ദുഷിക്കുക എന്ന് പറയുന്നത്. ഇന്നൊരു ലക്ഷ്മണ രേഖ എന്ന് പറയുന്നത് അതിനുണ്ടോ നമ്മുടെ നാട്ടില്? മഹാത്മാക്കളെ കുറിച്ച് എന്തെല്ലാം പറയുന്നത്? ആരാ പറയുന്നേ? ഈ ധർമ്മത്തില് ഉണ്ട് എന്ന് പറയുന്ന കുറെ ആളുകളല്ലേ പറഞ്ഞു നടക്കുന്നത്. ആചാര്യസ്വാമികളെ ഒരു വെറുതെ വിട്ടിട്ടുണ്ടോ? ആലോചിച്ച്
രാമായണം വായിക്കരുതെന്ന് പറഞ്ഞ് നടക്കുന്നില്ലേ? കാരണം എന്താ? ഇതേവരെ പറഞ്ഞുകൊണ്ടിരുന്നത് വേദം വേദം പഠിക്കാനുള്ള അവകാശം നിഷേധിച്ചു എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആളുകൾ ഇപ്പൊ ആരെങ്കിലും നിഷേധിക്കുന്നുണ്ടോ? ആർക്കും വേദം പഠിച്ചൂടെ? ഒരു ജ്ഞാന ശാഖയ്ക്കും നിഷേധം ഇല്ലല്ലോ. ഇപ്പം വളരെ സ്വതന്ത്രമല്ലേ? ആരെങ്കിലും പഠിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും അറിയാവോ? പിന്നെ എന്താ അവർ പറഞ്ഞു നടക്കുന്നത്? ഈ ചാനൽ ചർച്ചകളിലും ഈ ഏതോ ആ പുസ്തകങ്ങളിലും ഒക്കെ ആയിട്ട് ഇവർ പറഞ്ഞു നടക്കുന്ന എവിടാ? സാഹിത്യകാരന്മാരുടെ സാഹിത്യ കൃതികൾ വായിച്ചിട്ട് അതിലൂടെയാണ് അവര് മഹാഭാരതത്തെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചും വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഈ സാഹിത്യകാരന്മാരുടെ ബുദ്ധിയോ അവാർഡ് കിട്ടാൻ, ധനസമ്പാദനത്തിന്, പ്രസിദ്ധിക്ക് വേണ്ടി മസ്തിഷ്കം പണയപ്പെടുത്തിയ ഒരു വിഭാഗം അല്ലേ? നല്ലൊരു ശതമാനം അതല്ലേ? രണ്ടാം ഊഴത്തിലൂടെയല്ലേ പലരും മഹാഭാരതത്തെ കണ്ടിരിക്കുന്നത്. ഈ ഭാരത പര്യടനം എന്ന് പറയുന്ന മാരാരുടേതാണേലും തിരക്കേടില്ല, അത് കുറച്ചുകൂടെ ഇതുണ്ടായിരുന്നു. ഇതിപ്പിൽ അവസാനം ഞാനൊരു ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബ് കണ്ടു കേട്ടോ. ഒരു ചാനലില് ആത്രേകം എന്ന് പറയുന്ന ഒരു പുതിയൊരു നോവൽ ഇറങ്ങിയിട്ടുണ്ട്. ആത്രേകത്തെ കുറിച്ച് ഉള്ള ഒരു ഡിസ്കഷൻ ചുമ്മാ ഞാൻ കേട്ടു വെറുതെ. അപ്പൊ അതില് ഒരു ചെറുപ്പക്കാരൻ എഴുതിയിട്ട് എന്ന് പറയാം, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് പാണ്ഡവരെന്ന് പറയുന്നത് സ്വാർത്ഥമതികളും അധർമ്മികളുമാണെന്ന്. കേട്ടതാ? എന്താ? അവൻ ആത്രേകം എന്ന ആ ഗ്രന്ഥത്തിലൂടെയാണ് മഹാഭാരതത്തെ കാണുന്നത്. മഹാഭാരതം വായിച്ചിട്ടില്ല. വ്യാസൻ എഴുതിയ മഹാഭാരതവും പണസമ്പാദനത്തിന്, ധനസമ്പാദനത്തിന് എന്തൊക്കെയോ അല്പജ്ഞാനം കൊണ്ട് എഴുതിയ ഒരു ആത്രേയകവും വേറെ. നമ്മുടെ സംസ്കാരത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ച്യുതിയത്. ആ അപകടത്തിൽ പെടാതെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ മാറ്റിയെടുക്കണേ, ഇല്ലെങ്കിൽ പെട്ടുപോകും. നമ്മളൊന്നും പറഞ്ഞ അവർ തല കയറുകയല്ല. പിന്നീട് മൂലം വായിക്കാൻ പറയണം, തപസ്സുള്ളവരെഴുതിയത് വായിക്കാൻ പറയണം, തപസ്സില്ലാത്തവരെഴുതിയ ഗ്രന്ഥങ്ങൾ നോക്കാനേ പാടില്ല എന്ന് പറയണം. ചില അത് മുഴുവൻ ഡിസ്റ്റോർട്ടഡ് വേർഷൻ ഓഫ് ദ ഒറിജിനലാണ്. അവിടെയാണ് ഒരു വിഷയം. അത് ഡിസ്റ്റോർട്ട് ചെയ്യുന്നത് വെറുതെ അല്ല, വളരെ വളരെ കൃത്യമായ ഒരു കോൺസ്പിറസിയുടെ ഭാഗം അത്. രാമൻ മോശ, രാവണൻ നല്ലതാന്ന് പറയും. ഈ എന്ന് പറയുന്നു രാവണൻ സനാതനധർമ്മി തന്നെയല്ലേ? അല്ലേ? രാവണൻ ആരുടെ മകനാ? രാവണൻ വേദം സാമവേദിയായിരുന്നു. ആ വേദങ്ങൾ അറിയുന്നവനല്ലായിരുന്നു രാവണൻ? അതോ വിഷ്ണു പാർഷദന്മാരല്ലേ? ജയവിജയന്മാര് വിഷ്ണു പാർഷദന്മാരായിരുന്ന കാലത്ത് ശാപഗ്രസ്തരായി അസുരരായിട്ട് ജനിച്ചതല്ലേ അവര്? അതും ഒരു പ്രാധാന്യമുണ്ട്. ഈ സനകാദി മുനികള് സമയം കഴിഞ്ഞുവെങ്കിൽ പറയണേ. എന്റെ സമയം ഇല്ല സാർ, ഇല്ല സാർ. എത്ര സമയം കൂടി ഉണ്ട് ഇനി? 15 മിനിറ്റും കൂടെ ഉണ്ട് സാർ. ആ ഓക്കെ, എന്നാൽ പറയാം. അതൊരു പ്രധാനമാണ്. പിന്നെ 3 വേദങ്ങളാ ഉണ്ടായിരുന്നു. അതില് 4-മതൊരു വേദം അഥർവ മുനി, അസ്തേ മുനിയോ അഥർവ വേദം ചമച്ചിട്ട് ഇതിന് വേദത്തിന്റെ സ്റ്റാറ്റസ് തരണമെന്ന് മഹാദേവനോട് പറയാ. മഹാദേവനോട് ആവശ്യപ്പെടുമ്പോഴ് അഥർവത്തിന് കൂടി ഈ വേദത്തിന്റെ സ്റ്റാറ്റസ് തരണം, അതിനുള്ള ജ്ഞാനം അതിനകത്തുണ്ട് എന്നുള്ളത്. മഹാദേവൻ അത് കേട്ടിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി അതിന് 4-മത്തെ വേദമാകാനുള്ള ജ്ഞാനം അതിനകത്തുണ്ട് എന്ന്. അദ്ദേഹം യേശു പറഞ്ഞു. യേശു പറഞ്ഞപ്പോഴ് സനകാദി മുനികളുണ്ട്,
സനകാദി മുനികളെ നിങ്ങൾക്കറിയുമായിരിക്കും. സനകാദി മുനികള് ബ്രഹ്മാവിന്റെ ആദ്യത്തെ മക്കളാ. ഇതും എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്കൂടെ കറക്റ്റ് ചെയ്ത് തരികയും കൂടി വേണം. ഈ സനകാദികൾ ആദ്യം പിന്നെ ബ്രഹ്മാവിന്റെ മക്കളായിട്ടുണ്ടാവുന്നത് അത് സാത്വിക ഗുണത്തിൽ നിന്നാണ് ഈ ബ്രഹ്മാവ് ഇവരെ സൃഷ്ടിക്കുന്നത്. അപ്പൊ ഇവര് സൃഷ്ടിയായി കുട്ടികളായി കുട്ടികളെ ജന്മമെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരോട് നിങ്ങള് പ്രജാ സൃഷ്ടി തുടരണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക. അപ്പൊ അവര് പറഞ്ഞു നോ, പറ്റത്തില്ല. കാരണം ഇവര് സാത്വിക ബോധത്തിൽ നിന്നാണ് ഉണ്ടായത്. അതിന് മറ്റൊന്നിനെ കുറിച്ച് ചിന്തയില്ല. അത് തപസ്സ സ്വാധ്യായ ആ കാര്യത്തിലെ കുറിച്ച് അതിന് ചിന്തയുള്ളൂ. രാജസം താമസം ആ ധർമ്മങ്ങൾ ഉണ്ടെങ്കിലേ സൃഷ്ടി പറ്റുള്ളൂ. പറ്റിയല്ലാന്ന് പറഞ്ഞു. അതിന് ബ്രഹ്മാവിന് ദേഷ്യമായി ഇവരോട്. അങ്ങനെ ബ്രഹ്മാവിന്റെ ഒരു ശാപം കൂടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ സനകാദി ഋഷികൾക്ക്. സനകാദികള് ഇത് ഈ നാലാമത്തെ അധർമ്മത്തിന്റെ വരവിന് മഹാദേവൻ യേശു പറഞ്ഞപ്പം പറഞ്ഞു നോ, തെറ്റ്, പറ്റിയല്ല. ഈ 3 വേദങ്ങളില് ഇർക്കേജുസ സാമം അതില് ജ്ഞാനം പൂർണ്ണമാണ്. 4-ാമതൊരെണ്ണത്തിന്റെ ആവശ്യമില്ല. എന്നിട്ട് മഹാദേവൻ ഇവരെ വിളിക്കുക. എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ ഇവരുടെ ആർഗ്യുമെന്റ്സ് അതിനെക്കുറിച്ച് മഹാദേവന്റെ മുന്നിൽ പറഞ്ഞു. അപ്പൊ മഹാദേവനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനല്ല, ഇങ്ങനെയാണ്. അപ്പൊ ഇവർ കൺവിൻസ്ഡ്. അതാ സാത്വിക ബുദ്ധി എന്ന് പറയുന്നത്. അത് പറയാനാ ഞാൻ ഈ കഥ പറഞ്ഞു. സാത്വിക ബുദ്ധി എന്ന് പറയുന്നത് അതാ. കാര്യകാരണ സഹിതം അവരുടെ മുന്നിൽ ഒരു കാര്യം വെച്ചപ്പോൾ അത് ശരിയാണെന്ന് ബോധ്യം വന്നു, അവരതിനെ അക്സെപ്റ്റ് ചെയ്തു. ഇന്നോ ഇത് പഠിച്ചിട്ടാണോ ഇതിനെക്കുറിച്ച് കുറ്റം പറയുന്നത്? കാരണം കുബുദ്ധിയാ നടക്കുന്നത്, ബുദ്ധിയല്ല, തർക്കമല്ല, കുതർക്കമാണ് നടക്കുന്നത്. കാരണം ഉദ്ദേശം ജ്ഞാനലബ്ധിയല്ല. പറയുന്നവർക്കും ജ്ഞാനമില്ല, ഉദ്ദേശം വേറെയാ. ആ ഒരു ബാക്ക്ഗ്രൗണ്ടില് ആണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഈ നമ്മുടെ എന്താ പറയാ സനാതന ധർമ്മത്തിന്റെ ലിറ്ററേച്ചറുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് MD വാസവൻ നായർ പറഞ്ഞ ഭാരതത്തെ കുറിച്ചും ആത്രേയകാരി പറഞ്ഞ ഭാരതത്തെ കുറിച്ചും ഒക്കെ അവർക്ക് അറിയുള്ളൂ. വ്യാസൻ പറഞ്ഞത് അറിയില്ല. ഈ വ്യത്യാസമുണ്ട്. വ്യാസൻ എന്ന് പറയുന്നത് ആര്? തപോധനരായ ഋഷിമാര് പറഞ്ഞ മന്ത്രങ്ങളാണ് വേദേതിഹാസങ്ങളിലെല്ലാം ഉള്ളത്. അതോ ഷഡ് ദർശനങ്ങളും കൂടെ അറിഞ്ഞാലേ വേദം വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ. അവിടെയുണ്ട്. തപസ്സില്ലാത്തവർക്ക് ഇതെന്തെങ്കിലും മനസ്സിലാവുമോ? അവര് പറയുന്നത് കേട്ട് നമ്മള് പ്രസംഗിക്കാനും പഠിക്കാനും തുടങ്ങിയാൽ എവിടെ ചെന്ന് നിൽക്കും നമ്മളുടെ കഥ? ഞാൻ പറഞ്ഞില്ലേ, വിജ്ഞാനമയ കോശം കറപ്റ്റഡായി എന്ന്. ഏറ്റവും വലിയ പ്രശ്നം അതാ. വേദജ്ഞാനം, വൈദിക ജ്ഞാനം നമുക്ക് നഷ്ടമായി. പിന്നീട് നമ്മളിത് നേടിയെടുത്തത് ഇംഗ്ലീഷ് ലെൻസിലൂടെയാ. അവർക്കിത് മനസ്സിലാവുമോ? അവരുടെ കുറ്റമല്ല. ഈ ഭാരതഭൂമിയിൽ ഈ DNA ജനിക്കുന്നവന് മാത്രമേ ഈ ധർമ്മം മനസ്സിലാവുള്ളൂ. അല്ലെ ഈ DNA ആ ഗുണങ്ങൾ പ്രാപ്തമാക്കിയവർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ. അത് ഏത് നാട്ടിൽ ജനിച്ചാലും കുഴപ്പമില്ല. ആ വൈഭവം, ആ സുഹൃതവുമായി ജനിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന ഇത് എല്ലാവർക്കും മനസ്സിലാവൂല. ആ സുഹൃതികളുടെ സ്ഥാനത്താണ് ഇന്ന് നമ്മിൽപ്പെട്ട ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ അപകടം അതാ. നമ്മള് യൂട്യൂബൊക്കെ ഒന്ന് എടുത്തു നോക്കൂ. ഈ സൂം മീറ്റിങ്ങിൽ കൂടി ബ്രഹ്മവിദ്യ പകരുന്നത് വരെ കേട്ടിട്ടുണ്ട് ഞാനിപ്പോ. സൂം മീറ്റിങ്ങിൽ ഇതേമാതിരി ഇരുന്നിട്ട്
ബ്രഹ്മവിദ്യ വരെ കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ധനസമ്പാദനം ആ ലക്ഷ്യം. ശിഷ്യരെ കുറെ പേരെ ഉണ്ടാക്കിയെടുക്കുക. ഗുരുശിഷ്യ പരമ്പരയിലൂടെ വന്ന ഒരു ജ്ഞാനം. അതുകൊണ്ട് നിങ്ങൾ ഈ ഫൗണ്ടേഷൻ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. ഈ പ്രസ്ഥാനത്രയത്തിന് ആചാര്യസ്വാമികളുടെ ഭാഷ്യത്തെക്കുറിച്ചൊക്കെ നമ്മളുടെ വീടുകളിൽ പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടുപോകും കുട്ടികൾ. കഴിയില്ല അവർക്ക്. ഈ അല്പജ്ഞന്മാര് പറയുന്നത് കേട്ട് അത് ശരിയാണെന്ന് വിചാരിക്കും. ഈ ധർമ്മം അത്ര പിഴച്ചതാണെന്ന് വിചാരിക്കും. ഈ ധർമ്മത്തെക്കുറിച്ചുള്ള അഭിമാനം അവർക്ക് ഇല്ലാതാവും. കാരണം സത്യമല്ല അവർ കേൾക്കുന്നത്. ഈ ധർമ്മത്തെ അപഹസിക്കുന്നതിന് വേണ്ടി പടച്ചു വിടപ്പെട്ട വാക്യങ്ങളാണ് അവർ കേൾക്കുന്നത്. അത് സത്യമാണെന്നാണ് അവർ ധരിക്കുന്നത്. ബുദ്ധി ക്ലൗഡഡ് ആക്കി വിടും. നിങ്ങൾ ചെയ്യുന്ന സേവനം വലുതാ. അതെല്ലാ ഗൃഹങ്ങളിലും എത്തിക്കണം. ഇപ്പൊ ഈ ധർമ്മ സന്ദേശ യാത്ര എന്ന് പറഞ്ഞ് വന്നപ്പോഴാ ഞാൻ ഇതിനൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകാറില്ല കേട്ടോ. സന്യാസിമാര് പറഞ്ഞപ്പോഴാ ഞാനത് വിചാരിച്ചു പോകാം, ഇതിന്റെ ഭാഗമാകാമെന്ന് വിചാരിച്ചതിന്റെ കാരണം ഇതാ. ഈ ചെറുപ്പക്കാര് അവര് തെറ്റായ ജ്ഞാനം ഉള്ളിൽ ചെന്ന് കറപ്റ്റ് ആവരുത്. അതുകൊണ്ട് കുട്ടികളോട് ചെറുപ്പത്തിലെ സത്യം പറയാൻ പറയാം. സത്യം കുഞ്ഞായിട്ടിരിക്കുമ്പോഴേ കുഞ്ഞുങ്ങൾ നമുക്ക് അതാകാമല്ലോ. സത്യം പറയുന്നത് മാത്രം പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ വരുന്ന ആത്മബോധമുള്ള ആത്മവിശ്വാസമുള്ള ഒരു ജനത ഭാരതത്തിനുണ്ടാവണം. അതിന് ആചാര്യസ്വാമികൾ ഈ 4 മഠങ്ങളിലൂടെ വേദം പ്രചരിപ്പിച്ചത് അതുകൊണ്ടാ. വേദം എന്ന് പറഞ്ഞാൽ തന്നെ അതാ അറിവാ. ആ അറിവ് പ്രചരിപ്പിക്കുന്നതിന് ഈ 4 മഠങ്ങൾ സ്ഥാപിച്ചതും എന്തോ ഒരു ഉൾക്കാഴ്ചയോടെ ആയിരിക്കുന്നു എന്ന് ആലോചിച്ചോളൂ. ത്രികാലജ്ഞാനിയല്ലേ അദ്ദേഹം. ത്രികാലജ്ഞാനിയായ അദ്ദേഹത്തിന് ഈ അപച്യുതി കാണാൻ കഴിഞ്ഞതുകൊണ്ടാ. ഇറങ്ങി വരേണ്ടതുണ്ട്. മഠങ്ങളുടെ 4 കെട്ടുകൾക്കുള്ളില് തളച്ചിടപ്പെടേണ്ട അല്ലിത്. ഇതിറങ്ങി വന്ന് നമ്മുടെ യുവതയില്, നമ്മുടെ ജനങ്ങളില്, നമ്മുടെ ഓരോ വ്യക്തിയിലും, ഏത് ജാതിയിൽപ്പെട്ടതാകട്ടെ, ഏത് ധർമ്മത്തിൽപ്പെട്ടതാവട്ടെ, ഏത് മതത്തിൽപ്പെട്ടതാവട്ടെ, മനുഷ്യന് പറഞ്ഞു കൊടുക്കണം. ഭയത്തിൽ നിന്ന് ത്രാണനം ചെയ്യുന്ന ഈ വിശ്വാസത്തെ, ഈ ധർമ്മത്തെ, മഹാഭയ വിനാശിനിയായ ഈ ധർമ്മത്തെ, സത്യം വദ ധർമ്മം ചര എന്ന് പറയുന്ന ഈ ധർമ്മത്തെ, ഈ സനാതന മൂല്യങ്ങളെ അത് അതിൻ്റെതായ തനതായ രൂപത്തില് ആചാര്യന്മാര് പറഞ്ഞത്, ഋഷിമാര് പറഞ്ഞ രൂപത്തില് നമുക്ക് ജനങ്ങളിൽ എത്തിക്കാൻ കഴിയണം. അതിന് കഴിഞ്ഞാൽ, ഒരാളിലെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജന്മം സഫലമായി. ഈ വൈകിയ വേളയില് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ 15 മിനിറ്റ് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുക. കാരണം നിങ്ങൾക്കൊക്കെ ഓരോ കാര്യങ്ങളുള്ളതാ. സനാതന ധർമ്മത്തെക്കുറിച്ച് ഒന്നല്ല, 1 മണിക്കൂറൊന്നുമല്ല, ഒരു 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 യുഗം പറഞ്ഞാലും തീരില്ല അത്. കാരണം ഒരുപാട് കൽപ്പങ്ങളിലൂടെ ഇത് കടന്നു വന്നതാ. നമ്മുടെ സംസ്കാരം ഒരിക്കലും നമ്മുടെ ഈ ഇപ്പോഴ് ചരിത്രകാരന്മാര് പറയുന്ന ഹിസ്റ്ററിയുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുതേ നിങ്ങൾ. ഇതൊക്കെ അപകടമാണ്. അതെന്താന്ന് വെച്ചാല് അവര് ചരിത്രം എന്ന് പറയുന്നത് ഈ 10,000 കൊല്ലത്തെ ചരിത്രമേ ഉള്ളൂ. ഇൻഡസ് വാലി സിവിലൈസേഷൻ തൊട്ട് ഇങ്ങോട്ട് 7,000 കൊല്ലം അല്ലെ 8,000 കൊല്ലം, അതിനു മുമ്പ് ഒരു 10,000 വരെ പറയുന്ന ഹെറോഡോട്ടസ് മുതലാണ് ആദ്യത്തെ ഇത് വരുന്നത്. മാത്രമേ അവർക്ക് അറിയൂ. ഇതല്ല.
ദയാനന്ദ സരസ്വതി, വേദം പ്രചരിപ്പിക്കുന്ന ദയാനന്ദ സരസ്വതി, അദ്ദേഹം ഇതിൻ്റെ ഈ സംസ്കാരത്തിൻ്റെ ഒരു കണക്ക് 146 കോടി എന്നോ മറ്റോ പറഞ്ഞിട്ടൊരു കണക്കുണ്ട്. മനുക്കളുടെ കണക്ക് വെച്ചിട്ട് ഇത്ര മനുക്കൾ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതൊരു സൈക്കിളാ. ഈ ജ്ഞാനം ഓരോ കൽപ്പത്തിലും ഓരോ യുഗങ്ങളിലും എല്ലാം ഉണ്ട്. ഈ പ്രപഞ്ചം ഇങ്ങനെ ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരേ സ്ഥലത്ത് പല കാര്യങ്ങൾ സംഭവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനാ മായ എന്നൊക്കെ പറയുന്നത്. എന്താ മായ എന്ന് പറയുന്നത്? ഇത് മായ. നിങ്ങൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഈ സാധനത്തെ തൊട്ടാ എന്നെ കിട്ടുമോ? പക്ഷെ എന്നെ കാണുന്നുണ്ട് നിങ്ങൾ. ഞാൻ ഉണ്ടെന്നുള്ളതും സത്യമാണ്. എവിടെയോ ഇരിക്കണോ. പക്ഷെ നമ്മുടെ കയ്യിൽ ഈ സാധനം വെച്ച് നോക്കിയാൽ കിട്ടുമോ? വെർച്വലായത് മുഴുവൻ വെർച്വലായിട്ട് നമ്മൾ കാണപ്പെടുക. ഒരേ ആത്മാവ് പല ജലാശയങ്ങളിലെ പ്രതിബിംബിക്കപ്പെടുക എന്ന് പറയുന്നതാണ് ഈ സംഭവിക്കുന്നത് ടെക്നോളജിയിലൂടെ. ഇതുണ്ട്. പക്ഷെ അത് ആരാ? ആ ഒരാത്മാവാ. ആ ഒരു പരമേശ്വരന്. ആ ഒരു പരമേശ്വരൻ തന്നെയാണ് ഞാൻ എന്നുള്ള ബോധം. ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടത്തുന്ന ആ പരമേശ്വരന്റെ ചൈതന്യം തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ളതെന്നുള്ള ബോധം നമ്മുടെ കുട്ടികളിൽ ഉണ്ടായാൽ, അത് അനുഭവമായാൽ, അതവന്റെ സത്തയായിട്ട് മാറിയാൽ അവന് ഭയമില്ല. അവനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റിയല്ല. അങ്ങനെയുള്ള ഒരു ഭാരതം, ആ ഭാരതത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളിപ്പോഴ്. അതുകൊണ്ട് തന്നെയാ നമ്മുടെ ഈ ധർമ്മത്തിനെതിരെ ഇത്ര ശക്തമായ അറ്റാക്ക് ലോകത്തെല്ലായിടത്തു നിന്നും വന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ ഇനിയുള്ള ഈ നൂറ്റാണ്ട് നമ്മുടേതാണ്. ഈ ധർമ്മത്തിൻ്റെയാണ്. വീണ്ടും ഈ ഭാരതം വിശ്വഗുരുവാകുകയാണ്. ആ വിശ്വഗുരു ആക്കേണ്ട നമ്മുടെ യുവതയെ, നമ്മുടെ ചെറുപ്പക്കാരെ മറ്റൊരാള് ദുഷിപ്പിക്കാൻ നമ്മൾ ഇട കൊടുക്കരുത്. സത്യം അവരെ പറഞ്ഞു മനസ്സിലാക്കണം. വീടുകളിൽ ഒരാഴ്ച ഒരു ദിവസം ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ പ്രഭാഷണങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഡിസ്കഷൻ ആക്കണം. എല്ലാ വീടുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ. കുട്ടികൾക്ക് അവരുടെ സംശയങ്ങൾ ചോദിക്കാമല്ലോ. ഒരാളെ വെക്കണ്ട. യെസ്, യു ക്യാൻ ഹാവ് സോ മെനി നോളജബിൾ ആയിട്ടുള്ള ആളുകളെ വെക്കാം. ചോദിക്കാം ഓരോ ചോദ്യങ്ങൾ, അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുക്കാം. അവരകപ്പെട്ടിരിക്കുന്ന അബദ്ധം ഏതാന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ അതിന്റെ പ്രാധാന്യം. നമ്മളുടെ ആ ശാസ്ത്രങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു വനമാണ്. ഒരുപാടുണ്ട്. ഒരു ജന്മം കൊണ്ടത് മുഴുവൻ വായിച്ചു തീർക്കാൻ കൂടി ആർക്കും കഴിയില്ല. ഒരുപാട് പ്രക്ഷിപ്തമായ അംശങ്ങളും ഉണ്ട് അതിനകത്ത്. എവിടെയാ അബദ്ധം വരുന്നതെന്ന് ചോദിച്ചാല് ഈ നെഗറ്റീവായിട്ടുള്ള ഓരോ പോയിന്റ്സ്. ഇപ്പൊ രാമായണം എടുത്തു പുരുഷോത്തമന അദ്ദേഹം. രാമായണത്തിലെ ബാലിവധം ആരെങ്കിലും കട്ട് ചെയ്ത് കളയാമായിരുന്നില്ലേ വാൽമീകിക്ക്? പുരുഷോത്തമനെയല്ലേ വാൽമീകി രാമായണത്തിലൂടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചത് അല്ലേ? അദ്ദേഹത്തിന്റെ ധർമ്മത്തില് എവിടെയെങ്കിലും ഒരു ഇത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് പറയാവുന്ന ഒരു ഭാഗം അത് ചെയ്തില്ലല്ലോ. എന്താ അത്? ഈ പുരാണ ഇതിഹാസങ്ങളുടെ മുഴുവൻ കഥയതാ. ഇങ്ങനെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. അവർ കടന്നുപോയ വഴികൾ ഇതൊക്കെയാണ്. അതിന് ശരിയും തെറ്റും നമ്മളെന്തിനാ അതിനകത്ത് വിഷമിക്കുന്നത്? നമുക്ക് ആരെയും ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ന്യായീകരണം തന്നെ. ന്യായത്തെ ന്യായീകരിക്കേണ്ടതുണ്ടോ? ഇല്ലല്ലോ. ഭഗവാനെ ശ്രീകൃഷ്ണനെ ആർക്കെങ്കിലും ന്യായീകരിക്കേണ്ട കാര്യമുണ്ടോ? അത് ധർമ്മമാ.
രാമനെ ആർക്കെങ്കിലും ന്യായീകരിക്കേണ്ട കാര്യമുണ്ടോ? ഇത് ധർമ്മമാ. ന്യായീകരണം ആർക്കാ ആവശ്യം? ന്യായീകരണം വേണ്ടത് അർഹതയില്ലാത്തവനാ, അവനാ സപ്പോർട്ട് ആവശ്യം. ഈ രാമന്റെ മഹത്വം രാവണനറിയാം. നമ്മളെ കുട്ടികളാ അല്ലെങ്കിൽ നമ്മളുടെ ആളുകളാ പറയുന്ന സീതയെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നേ. സീതയ്ക്കറിയാം രാമന്റെ മഹത്വം. സീത ഒരിക്കലും രാമനെ എന്നെ ഉപേക്ഷിച്ചവൻ നല്ല കാണുന്നത്. അവിടെയാണ് രാക്ഷസരും ഈ പിന്നെ സുരാസുരര് രണ്ടും ഈ ധർമ്മത്തിന്റെ തന്നെ ഭാഗമാ, അല്ലാതെ വേറൊന്നുമല്ല. ഇവർക്കൊക്കെ വരബലം കിട്ടിയിരുന്നത് ഈ മൂർത്തികളിൽ നിന്ന് തന്നെയാണ്. ഇവരുടെ എല്ലാം പഠനവും ജ്ഞാനവും അവർക്ക് ബലമേകുന്നതും തേജസ്സും എല്ലാം ഈ ധർമ്മം തന്നെയാണ്. ശുക്രാചാര്യരിൽ നിന്ന് മന്ത്രോപദേശം ലഭിച്ചല്ലേ ഈ അസുരന്മാരെല്ലാം തപസ് ചെയ്ത് ഓരോ വരബലം സിദ്ധിച്ച് മഹത്വമേറുന്നവരാവുന്നത്. അതുപോലെ തന്നെ ധർമ്മച്യുതി വരുമ്പോഴല്ലേ ദേവന്മാര് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കണേ. അതാണ് മനസ്സിലാക്കേണ്ടത്. ധർമ്മച്യുതി വന്നപ്പോഴ് അവർക്ക് അവരുടെ സ്ഥാനം പോയി. ധർമ്മമുണ്ടായിരുന്നപ്പം അവരവരുടെ സ്ഥാനത്തിരുന്നു. അപ്പൊ നിലനിർത്തുന്നത് എന്താണ്? ധർമ്മമാണ്. ആ ധർമ്മത്തെ നീ നിലനിർത്തുക. നിന്നാൽ രക്ഷിക്കപ്പെട്ട ധർമ്മം നിന്നെ രക്ഷിക്കട്ടെ. ഈ സനാതന ധർമ്മം അത് തന്നെയാണ്. ഈ കലികാല മഹാവിഷ്ണു കറുത്തിട്ടാണെന്ന് കേട്ട് ഞാൻ എന്നാ പറയുന്നത്. ഹൃദയുഗത്തിൽ മഹാവിഷ്ണുവിന്റെ നിറം ശുഭ്രവർണ്ണ. അത് ഓരോ യുഗം കഴിയും തോറും ധർമ്മത്തിന്റെ ഓരോ പാദങ്ങള് നഷ്ടപ്പെട്ട് ഇപ്പൊ ഒറ്റക്കാലിൽ ധർമ്മം ഇരിക്കുക. ആ ഒറ്റക്കാലിനെയാണ് കലി അടിച്ചുകൊണ്ടേയിരിക്കുന്നത് നമ്മളെയൊക്കെ. അതുകൊണ്ട് നമ്മളും വിഷമിക്കേണ്ട കാര്യമില്ല. യുഗധർമ്മം അത്. തെറ്റ് നമുക്ക് പറ്റിയാല് അനാവശ്യമായ സങ്കടങ്ങൾ വേണ്ട. കാരണം യുഗം അതാ. യുഗധർമ്മത്തില് അതിനൊരു ഇത് കൂടും. തെറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടും. അവിടെ തെറ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് കഴിയുന്നത് ഈ ധർമ്മം നമ്മൾക്ക് അറിയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളത് അനുവർത്തിക്കുന്നത് കൊണ്ടോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അപാര ശ്രേഷ്ഠതയുള്ള ജന്മങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുന്നത്, ഇതെല്ലാവരിലും എത്തിക്കാൻ ഏർപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവർക്കും എല്ലാവരുടെ പാദങ്ങളിലും നമസ്കരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പലതും ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. തെറ്റ് വന്നിട്ടുണ്ടാവാം, ക്ഷമിക്കുക. ഓം നമഃ ശിവായ. വളരെ സന്തോഷം വേണുഗോപാൽ സർ. ഒരു 5 മിനിറ്റ് കൂടെ അങ്ങ് സമയം ഒന്ന് അനുവദിക്കണം. കാരണം ഇന്നിവിടെ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംശയങ്ങളോ ചോദ്യങ്ങളോ അങ്ങയോട് ചോദിക്കാനുണ്ടെങ്കിൽ അതിനൊന്നും അറിയാവുന്നതാണ്, അത്രേ ഉള്ളൂ. കാരണം ഞാൻ ഒരുപാട് നോളജ് ഇങ്ങനെ പുറത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. അതാ ഒരവസ്ഥ. ഞാൻ തന്നെ ഒന്ന് തുടങ്ങി വെക്കുകയാണ് അങ്ങയുടെ മുമ്പിൽ. അതായത് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. അതായത് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് ഭാരതത്തിന്റെ മനോഹരമായ ഒരു പൂന്തോട്ടമാണ് സനാതന ധർമ്മം. എന്തുകൊണ്ടാണ് ആ പൂന്തോട്ടത്തിന്റെ പരിമളം മനസ്സിലാക്കാതെ മറ്റുള്ളവ വഴികൾ തേടി പോകുന്നത്? അപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ വേദവ്യാസൻ എഴുതിയതാണ് മഹാഭാരതം. അതിനെ മനസ്സിലാക്കാതെ ഇന്നുള്ള ആൾക്കാർ MTയുടെ 2-ാം ഊഴവും അല്ലെങ്കിൽ CV ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നുള്ള കൃതികളിലോടാണ് കൂടുതൽ ആഭിമുഖ്യം കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിന്റെ ഉത്തരം, ഈ പൂന്തോട്ടത്തിലേക്ക് നിങ്ങൾ അവരെ എത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പൂന്തോട്ടം ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് ആ പൂന്തോട്ടത്തിൽ എത്തിയാൽ മാത്രമേ ഉള്ളൂ ആ പൂന്തോട്ടത്തിൽ എന്തൊക്കെ ഉണ്ട് എന്നറിയാൻ പറ്റുള്ളൂ. പൂന്തോട്ടത്തിന് പുറത്ത് അവർ നിൽക്കുന്നത്. അവർക്ക് കിട്ടുന്നത്, അവർ കാണുന്നത് ചില പാഴ്ചെടികളാ. അതാണ്, ആ പാഴ്ചെടികളെയാണ് ഈ പൂന്തോട്ടത്തിലെ ചെടികളാണെന്നും പറഞ്ഞ് അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ആ അപകടത്തിൽ നിന്നാണ് നിങ്ങളുടെ ഫൗണ്ടേഷന്റെ വർക്ക് ഈ കുട്ടികളെ രക്ഷിക്കുന്നതും രക്ഷിക്കേണ്ടതും. ഞാൻ അതുകൊണ്ടാണ് നമ്മളെ ഈ ചെറുപ്പത്തിലെ കുട്ടികളോട് നമ്മൾ പറയും, ഈ
ആനുകാലികങ്ങളൊന്നും വായിക്കരുതെന്ന് പറയും. ഈ ചെറിയ ചെറിയ പൈങ്കിളി മാസികളൊക്കെ വരാറില്ലേ, അതൊന്നും വായിക്കരുതെന്ന് പറയും. ക്ലാസിക്സ് വായിക്കണം എന്ന് പറയും ആദ്യം. അത് ക്ലാസിക്സ് എന്ന് പറഞ്ഞാൽ മഹാഭാരതവും രാമായണവും കഴിഞ്ഞിട്ടൊരു ഗ്രന്ഥമില്ല, വേറെ ഒരു സംശയവും വേണ്ടത്. അത് വായിച്ചു കഴിഞ്ഞാൽ ആ ആ പിന്നെ ആ പാത്ര സൃഷ്ടിയും അതിൻ്റെ ആ പിന്നെ വൈഭവവും അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ വേറെ ഒന്നും കടത്തിയാൻ പറ്റില്ല. എളുപ്പത്തിലെ നിങ്ങളുടെ ഗൃഹങ്ങളിൽ കുട്ടികളെ കൊണ്ട് ഇത് വായിപ്പിക്കണം, അതിന്റെ മൂലം വായിപ്പിക്കണം. മൂലം വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ പല തലങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മൂലത്തെക്കുറിച്ച് അല്ലാതെ എം ഡിയുടെ രണ്ടാം ഊഴത്തിൽ പറയുന്ന കർണനല്ല, അല്ലെങ്കിൽ പാർത്ഥനല്ല, ആത്രേയത്തിൽ ആ സ്ത്രീ പറയണം. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ആത്രേയത്തിന്റെ കുറിച്ചൊരു ഡിസ്കഷൻ ഞാൻ കേട്ടപ്പോഴാണ് ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട്, ഇത് ഇങ്ങനൊന്നില്ല, ഇതെന്റെ ഭാവന മാത്രമാണ്, ഇങ്ങനെ ഒന്നുണ്ട, ഇത് പിന്നെ വ്യാസന്റെ ഭാരതവുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് അതേ വായിച്ചിട്ടുള്ളൂ, വ്യാസന്റെ വായിച്ചിട്ടില്ല. വ്യാസന്റെ വായിച്ച അങ്ങയോട് ഇത് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കും, വ്യാസഭാരതത്തിൽ അതില്ലല്ലോ എന്ന് ചോദിക്കും. അത് ഞാന് പിന്നെ ജസ്റ്റിസ് കെ ടി തോമസ് സാറും പിന്നെ വേറൊരു പത്രപ്രവർത്തകയും തമ്മിലുള്ള ഒരു അഭിമുഖം ഞാൻ ഒരിക്കൽ കണ്ടു. അതിനെക്കുറിച്ച് എന്തിനെക്കുറിച്ചെന്ന് വെച്ചാൽ, ഒരു RSSന്റെ ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് RSSകാരാണ് മഹാത്മാഗാന്ധിയെ കൊന്നത് എന്ന് അവര് സ്ഥാപിക്കാൻ ശ്രമിച്ചു. ഉടനെ സാറ് പറയുക, ഞാനും അങ്ങനെയാണ് ധരിച്ചിരുന്നത്. ഞാൻ ഇതിങ്ങനെ കേട്ടപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ലിറ്ററേച്ചർ കിട്ടാവുന്നത് മുഴുവൻ കളക്ട് ചെയ്ത് വായിച്ചു, ജഡ്ജ്മെന്റുകൾ വായിച്ചു. അതിലൊന്നും അവരാണ് കൊന്നതെന്ന് പറഞ്ഞിട്ടില്ല, തെളിയിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു അപവാദ പ്രചരണമാണ്. ഉടനെ അവര് എടുത്ത് ചോദിക്കുന്നുണ്ട്, ഇന്ന ഒരു ജേർണലിൽ ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഉടനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഉടനെ അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ ആ ജേർണൽ വായിച്ചിട്ടില്ല, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ജേർണൽ ഉണ്ടോ? അവരുടെ ഉത്തരം മുട്ടി. നുണയാ പറയുന്നത്, മനസ്സിലായോ? നുണയെ കൗണ്ടർ ചെയ്യണമെങ്കിൽ സത്യം അറിയണം. വളരെ നന്ദി സർ. വേറെ ആർക്കെങ്കിലും ഉണ്ടോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നമസ്തേ സാറേ. സാർ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർത്തത്. ശരിക്കും വാൽമീകി രാമായണത്തിന്റെ സൗന്ദര്യം അത് വായിച്ച്, സംസ്കൃതം വലിയ അറിവില്ലെങ്കിൽ പോലും വാൽമീകി രാമായണം വായിക്കുമ്പോൾ നമുക്കത് നിർത്താൻ തോന്നുകയില്ല. അത്രയ്ക്ക് സുന്ദരതരമാണ്. മൂലം വായിക്കണം എന്ന് സാറ് പറഞ്ഞതിന്റെ അർത്ഥം അന്നേരം എനിക്ക് മനസ്സിലായത്. അതിൽ നിന്ന് വളരെ കുറെ വ്യത്യാസങ്ങൾ ബാക്കി എല്ലാത്തിനും വരും. എന്തുകൊണ്ട് ഓരോ കാര്യങ്ങളും രാമൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളതിന് ഉത്തരമൊക്കെ നമുക്ക് അവിടെ കിട്ടും. ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്കുള്ള ഉത്തരം നമ്മുടെ ഈ അന്ധതയിൽ കിടന്ന് തിരിയാതെ അതിലോട്ട് തിരിഞ്ഞാൽ കാണും. അതുപോലെ അതിനകത്തിൽ പറയുന്നുണ്ട്, ഇപ്പൊ സാറ് പറഞ്ഞല്ലോ രാവണനും എല്ലാവരും ധർമ്മത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നത്, രാക്ഷസപ്പടകളും എല്ലാം ധർമ്മത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞപ്പം അത് ശരിയാണെന്ന് എനിക്കും തോന്നി. കാരണം വാൽമീകി രാമായണത്തിൽ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയുന്നത് മാരീചൻ എന്ന് പറഞ്ഞ ഒരു രാക്ഷസനാണ് അത് പറയുന്നത് എന്നുള്ളത് വളരെ അതിശയകരമായിട്ട് നമുക്ക് ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴേ ഞാൻ അതൊന്ന് ചിന്തിച്ചു പോയത്. അത് ശരിക്കും എത്ര കഥാപാത്രങ്ങൾ രാമായണത്തിലുണ്ട് ഭഗവാനെ കുറിച്ച് വിഗ്രഹവാൻ ധർമ്മ എന്ന് പറയാൻ. എത്രയോ മാമുനി ശ്രേഷ്ഠന്മാരുണ്ട്, അവരൊന്നും അല്ല അത് പറഞ്ഞതെന്നുള്ളത് സാറ് പറഞ്ഞതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തപ്പോൾ അതെനിക്ക് മനസ്സിലായി. വളരെ സന്തോഷം. പിന്നെ ഉഷ, നമ്മള് ഈ അസുരന്മാരും ദേവന്മാരും എന്ന് പറയുന്നത് ഈ പിന്നെ ജയവിജയന്മാരാണ് രാവണ കുംഭകർണന്മാരായിട്ട് വന്നത്, മനസ്സിലായോ? അവർ വിഷ്ണു പാർഷദന്മാർ തന്നെ ആയിരുന്നു. അതാണ്
ഇത് ഈ മനുഷ്യരെക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഇവർക്ക് രണ്ടു വിഭാഗത്തിനും. അവരെക്കാൾ അറിവുമുണ്ട്, കഴിവുമുണ്ട്, തപസ്സുമുണ്ട്. മനുഷ്യർ ഒരു ലോ ലെവലിലാണ്, പ്ലെയിനിലാണ്. യു കാൺ കമ്പയർ. നമ്മളെയും ഈ രാവണനെയോ അല്ലെ രാമനെയോ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ ഭാരതത്തിലും യോഗ നില ആർജിച്ച ആളുകളാവര്. അവിടെയാ കാര്യം. നമുക്കും ഇതാവും. നമ്മളില് അഗസ്ത്യര് എടുക്കൂ. അഗസ്ത്യര് മനുഷ്യനായിട്ട് ജനിച്ചു എന്നല്ലേ നമുക്കറിയാമല്ലോ. അദ്ദേഹം സമുദ്രം കുടിച്ചു വറ്റിച്ചു എന്ന് പറയുന്നില്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അഗസ്ത്യരെ കുറിച്ച് അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. കുംഭോത്ഭവൻ എന്താണെന്നറിയാമോ? ആ യോഗനില ആർജിച്ചു കഴിഞ്ഞാൽ അത് പറ്റും. അതാ നമുക്ക് ഈ ധർമ്മത്തിന്റെ ഒരു ഗുണവും അതാ കേട്ടോ. ഈ തപസ് ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാര്യം അതാ. ആ നില ആർജിച്ച് എന്താ പറയാ, ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യതേ സർവസംശയ എന്നാണ് അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ തന്നെയല്ലേ ഇത്? അതായത് ഈ യോഗേശനായ കൃഷ്ണൻ എന്നാ പറയുന്നത്. അതിൻ്റെ ഒരു ഭാവം എന്ന് പറയുന്നത്, ആചാര്യസ്വാമികളും യോഗ അനുഭൂതിയെക്കുറിച്ച് വിവേക ചൂടാമണിയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ മൂലാധാരത്തില് കിടക്കുന്ന ഈ പ്രാണൻ, ഈ കുണ്ടലിനി എന്ന് പറയുന്ന ആ ശക്തി അല്ലെ, ഇത് നമ്മളെ നിലനിർത്താൻ സൃഷ്ടിക്ക് ശേഷം അത് അവിടെ വന്നു സർപ്പരൂപത്തില് 3.5 ചുറ്റായി അധോമുഖിയായി വിഷപാനത്തിൽ മൂർച്ഛിച്ച മാതിരി ശയിക്കുന്നു എന്നാണ്. ഈ ശക്തിയെ ഈ പ്രാണന്റെ ഒരു അതാണ് ഈ എന്താ പറയാ, യോഗശാസ്ത്രത്തില് ഈ പ്രാണായാമത്തിന് വലിയ പ്രാധാന്യം. യോഗികള് പ്രാണായാമം കൊണ്ട് കുംഭകം ചെയ്യും. കുംഭകം ചെയ്യുമ്പം ഈ പ്രാണൻ താഴോട്ട് വരും, വന്നിട്ട് ഇതിനെ ഇളക്കും. ഇതിനെ ഇളക്കി കഴിയുമ്പം ഇത് ഉണർന്നിട്ട് സ്വാധിഷ്ഠാനം മണിപൂരകം കഴിഞ്ഞ് അനാഹതം ഭേദിച്ചു കഴിയുമ്പം, അനാഹതത്തിലാണ് ഹൃദയഗ്രന്ഥി ഉള്ളത്, അനാഹതം ഭേദിച്ചു കഴിയുമ്പം സർവ സംശയങ്ങളും. അതുവരെ സംശയിക്കാൻ ഒരുപാട് എല്ലാ ഗ്രന്ഥങ്ങളിലും ഉണ്ട്. അത് മാത്രമായിട്ട് ഒരു കോണ്ടെക്സ്റ്റിൽ എടുത്ത് നോക്കിയാൽ, ഇപ്പൊ കർണൻ എന്ന് പറയുന്നു ഉദാഹരണമായിട്ട്, കർണന്റെ കവചം ഇന്ദ്രൻ യാചിച്ചു മേടിച്ചു എന്നാണ് അല്ലെ? അതെന്താ അതിന്റെ കഥ എന്നറിയാം? കർണൻ എന്ന് പറയുന്നത് സഹസ്ര കവചൻ എന്ന് പറയുന്ന ഒരു അസുരന്റെ ദ്വാപരയുഗത്തിലെ ജന്മമാ കർണനായിട്ട്. ഈ സഹസ്ര കവചന് 1000 കവചങ്ങളുണ്ട്. ഈ 1000 കവചങ്ങളില് 12 കൊല്ലം നരൻ യുദ്ധം ചെയ്യുമ്പം നാരായണൻ തപസ് ചെയ്യണം. നാരായണൻ തപസ് ചെയ്യുമ്പം നരൻ യുദ്ധം ചെയ്യണം, എന്നാലേ ഒരു കവചം മുറിയുള്ളൂ. ഇങ്ങനെ 999 കവചവും മുറിച്ചു നരനാരായണന്മാര്. ആ നരനാരായണൻ 1000ത്തെ കവചം വന്നപ്പം നരനായിരുന്നു യുദ്ധം, നാരായണൻ തപസ്സുവാ. ഇയാള് മായാവി, അയാൾക്ക് മനസ്സിലായി ഇത് മുറിഞ്ഞു പോകുന്നു, മരിച്ചു പോകുന്നു മനസ്സിലായി, അയാളങ്ങ് മറഞ്ഞു. അയാ സഹസ്ര കവചനാണ് ഈ കർണനായിട്ട് ജനിക്കുന്നത്. ആ നരനാരായണന്മാരാണ് കൃഷ്ണാർജുനന്മാരായിട്ടും ജനിക്കുന്നത്. അതാണ് 12 കൊല്ലം ഇവിടെ യുദ്ധം ചെയ്യാൻ സമയമില്ല മേടിക്കുന്നത്, ഈ ഇന്ദ്രൻ വന്ന് ചോദിച്ചു മേടിക്കുന്നതെന്ന് പറയുന്നത്. ഇങ്ങനെ എല്ലാത്തിനും പൂർവാപര ബന്ധമുണ്ട്. ഈ നമ്മളെ ഓരോന്നും ഓരോ ക്യാരക്ടറിനും അതിന് മുന്നിൽ ഒരു കഥയുണ്ട്. ആ കഥ പറയാതെ ആ ക്യാരക്ടറിനെ മാത്രമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സംശയങ്ങൾക്ക് സാധ്യതയുണ്ട്. അതാ നമ്മുടെ ഇതിന്റെ മുഴുവൻ പ്രത്യേകത അതാ. എല്ലാം എവിടെയെങ്കിലും കണക്റ്റഡാ, ഒന്നും ചുമ്മാതെ വരുന്നില്ല എന്നുള്ളതാണ്. എല്ലാം ഇപ്പം വിച്ഛിന്നാഭിഷേകത്തിന് ശ്രീരാമനെ കാട്ടിലേക്ക് അയക്കാൻ വേണ്ടി നോക്കൂ, 2 വരവാ കൊടുക്കുന്നത്. അന്ന് യുദ്ധത്തില് ഈ ദേവാസുര ആ യുദ്ധത്തില് ദശരഥൻ കൊടുത്ത 1 വരം കൊടുത്താൽ പോരെ? സാധാരണ 1 കൊടുക്കാറുള്ളൂ.
രണ്ടെണ്ണ കൊടുക്കുന്നത്. എന്തിനാ? ഭരതനെ വാഴിച്ചാ പോരാ, ഇത് കാര്യം നടക്കണം. രാമൻ വനത്തിൽ പോയാലേ ഉള്ളൂ അവിടെ രാവണ നിഗ്രഹം നടക്കുള്ളൂ. രാമൻ വനത്തിൽ എല്ലാം അതുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിന്റെ യാത്രയും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ചോളൂ. നമ്മള് ഈ ധർമ്മം അനുഷ്ഠിക്കുന്ന ഓരോ ആളുകളുടെയും വഴി നമ്മൾ ശ്രദ്ധിച്ചാല് അവരുടെ രക്ഷയ്ക്കുള്ളത് എവിടെയെങ്കിലും അവർ ചെയ്തിട്ടിട്ട് പോകും അറിയാതെ. ആ ധർമ്മമാണ് അവരെ ഏതെങ്കിലും ആപത്തിൽ പെടുമ്പോൾ വന്ന് രക്ഷിക്കുന്നത്. അതുപോലെ തന്നെയാണ് അധർമ്മികൾക്കും പറ്റുന്നത്. എന്തെങ്കിലും പിഴവ് അവരിട്ടിട്ട് പോകും. ഈ ധർമ്മം അവരിലെ ധർമ്മം ക്ഷയിക്കുന്ന മോമെന്റില് ഈ അധർമ്മം അവരെ പിടിക്കും. പിന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ല. ചോദിച്ചോളൂ. വളരെ സന്തോഷം സർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് സാറിപ്പോ പറഞ്ഞല്ലോ, അത് നമ്മുടെ ഈ സൗന്ദര്യ ലഹരിയിലുള്ള ആ ഒരു ശ്ലോകത്തിന്റെ വരികള അർത്ഥമാണ് സാറ് പറഞ്ഞത്. മൂലാധാര ചക്രത്തിൽ പൃഥ്വിതലത്തിലെയും മണിപൂര ചക്രത്തിൽ ജലതത്വത്തെയും സ്വാധിഷ്ഠാന ചക്രത്തിൽ അഗ്നിതത്വത്തെയും അനാഹത ചക്രത്തിൽ വായു തത്വത്തെയും. സാറ് പറഞ്ഞത് സൗന്ദര്യ ലഹരി ഞാൻ ഈ ക്ലാസ് കേട്ടോണ്ടായിരിക്കും എനിക്ക് ആ ഒരു ഭാഗമല്ലയോ സാറിപ്പോ അവിടെ മൂലാധാരേ കമപി മണിപൂരേ ഹുതവഹം സ്ഥിതം സ്വാധിഷ്ഠാനേ ഹൃദി മരുതം ആകാശമുപരി മനോവിഭ്രൂമത്യേ സകലമപി ഭിത്വാ കുലപദം സഹസ്രാരേ പത്മേ സഹരഹസി പത്യ വിഹരസേ. സൗന്ദര്യ ലഹരിയിലെ 9ാമത്തെ ശ്ലോകമാണത്. പിന്നെ സാറ് കുട്ടികളുടെ കാര്യം പറഞ്ഞത് വളരെ ശരിയായ ഒരു കാര്യമാണ്. കുട്ടികളെ നമ്മൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. സാറ് പറഞ്ഞത് ശരിയാ. നമ്മളെല്ലാം മറക്കുന്ന ഒരു പ്രായമാകുമ്പോൾ മറന്നു പോകുന്ന ഒരു രീതി എല്ലാം വിടുകയാണ്. പക്ഷെ കുഞ്ഞുങ്ങളെ സാറ് പറഞ്ഞ ആ കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങളും നല്ല പ്രഭാഷണം. അങ്ങയുടെ പ്രഭാഷണം ഈ 1 മണിക്കൂർ കേട്ടിട്ടും ശരിക്കും പറഞ്ഞാൽ മതിയാവുന്നില്ല എന്ന് തന്നെ പറയാം. അത്ര രസകരമായ കാര്യങ്ങളാണ് അങ്ങ് ഇവിടെ അവതരിപ്പിച്ചത്. നന്ദി, നമസ്കാരം, സന്തോഷം. വളരെ സന്തോഷം. സരസ്വതി വാമനേട്ടൻ എന്തോ ചോദിക്കാൻ വരുന്നു. ജയശങ്കര, അവിടുന്ന് പറഞ്ഞ പോലെ നമ്മുടെ യഥാർത്ഥമായ തത്വം ഗ്രഹിക്കാതെ പലപ്പോഴും ഈ ജലാശയത്തിലിറങ്ങി അതിന് മുകളിൽ കിടക്കുന്ന മത്സ്യങ്ങളെയോ അല്ലെങ്കിൽ മത്തി ചാളയോ ഒക്കെ പറക്കൊണ്ട് പോവാണ്. അതിന് രത്നങ്ങളെ പറക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ള സത്യം അങ്ങ് ഓർമ്മിപ്പിച്ചു. മാത്രമല്ല, ഈ മൂലഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ അങ്ങ് ഒരു വലിയ പദവിയിലിരുന്ന് ആ സംസ്കാരം കാത്തുവെച്ച് അങ്ങ് ഹൈന്ദവ സംസ്കാരത്തിന് വേണ്ടി ഇറങ്ങിക്കഴിയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അവിടുത്തെ പോലെ ആൾക്കാരാണ് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് എപ്പോഴും ആശ്രയം. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങയുടെ പ്രഭാഷണം ഇനി ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ വാക്കുകളെല്ലാം പലപ്പോഴും നമ്മൾ എഴുതിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും അങ്ങ് പറഞ്ഞ പോലെ രാമായണത്തില് യഥാർത്ഥ ഭക്തിയുടെ അവതാരമായിരിക്കുന്ന ഹനുമാൻ, അതിനപ്പുറം വേറെ ഒന്നുമില്ല. അണിമാതി എല്ലാ ഗുണങ്ങളുമുള്ള എല്ലാ അനുഗ്രഹങ്ങൾ നേടിയ ആ ഭക്തി സ്വരൂപനായ ഹനുമാൻജി. പിന്നെ അവിടുത്തെ വാക്കുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. വളരെ സന്തോഷകരമായിരുന്നു, ആനന്ദദായകമായിരുന്നു. അത് മാത്രമല്ല, അവിടുത്തെ കേൾക്കുമ്പോൾ അറിയാം, നമുക്ക് അങ്ങയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം, ഒരു കയ്യിലെ വെള്ളം കോരി എടുക്കുമ്പോൾ ഒരു സമുദ്രത്തിന്റെ ഗുണം മുഴുക്ക അറിയാമെന്ന് പറഞ്ഞ പോലെ ഈ സമയത്തിനകത്ത് തന്നെ അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനിയും അങ്ങനെപ്പോലെ ആൾക്കാർ നമ്മളുടെ ഈ സംഘടന വരികയും നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണലിനെ അനുഗ്രഹിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വളരെ നന്ദി, നമസ്കാരം. വളരെ സന്തോഷം വാമനേട്ട. ഞാൻ അടുത്ത വേദിയിലേക്ക് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ എല്ലാമായ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അവരുടെ വേദിയിലേക്ക് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ പരിപാടി ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുവാനായി. ജയശങ്കര, സാറിനോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് ഒന്നുമില്ല. വളരെ മനോഹരമായിട്ട് ധർമ്മോ രക്ഷിത എന്ന ആ വാചകത്തെ അവലംബിച്ച് അതിമനോഹരമായിട്ട് സനാതനധർമ്മത്തെക്കുറിച്ച്, കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചും ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ ശങ്കരോദീതി ശങ്കര എന്ന എല്ലാവർക്കും മംഗളമേവട്ടെ എന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി
നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്തു എന്നുള്ളത് തീർച്ചയായിട്ടും ചാരിതാർത്ഥ്യജനകമാണ്. സത്യത്തിൽ അപ്പോൾ മറ്റു വിഷയങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ച് ആത്മാവിനെ, ഈശ്വരനെ തന്നെ അറിയുവാൻ കഴിയുക എന്നുള്ളതാണ്. അദ്ദേഹം അഹം ബ്രഹ്മാസ്മിയും ആത്മാ ബ്രഹ്മായും എല്ലാം വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അപ്പം സത്യത്തിൽ എനിക്കൊരു ഉപനിഷത് വാചകമാണ് അപ്പോൾ ഓർമ്മ വന്നത്. എന്താണ്? തമേവൈകം ജാനഥ ആത്മാനം അന്യാ വാചോ മുഞ്ചഥ എന്നാണ്. അപ്പോൾ മറ്റെല്ലാം തന്നെ ഉപേക്ഷിച്ച് ആ സാക്ഷാൽ ഈശ്വരനിൽ തന്നെ നമ്മൾ ശരണം പ്രാപിക്കുക എന്നുള്ളതാണ് ഓർമ്മ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷ്യാധിമാൻ എന്ന് ഭാഗവതത്തിൽ പറയുന്നത് പോലെ ആ ചിന്തയാണ്. അപ്പം എനിക്ക് മറ്റു വാക്ധോരണിക്കൊന്നും ഞാനില്ല. വളരെ മനോഹരമായിട്ട് ഇന്നത്തെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യസ്വാമികളുടെ നാമധേയത്തിൽ ഉള്ള ഈ പ്രസ്ഥാനത്തിൽ അങ്ങ് പങ്കെടുത്ത് സനാതനധർമ്മത്തിൻ്റെ ആ അമൃതം നമുക്ക് ഏവർക്കും ചൊരിഞ്ഞു നൽകി എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷജനകമാണ്. വരും തലമുറകൾക്ക് ഭാരതീയ സംസ്കൃതി നഷ്ടപ്പെടരുത് എന്ന ഏക ഉദ്ദേശത്തോടു കൂടിയാണ് നാം ഇതിനെ ഇങ്ങനെ ഒരു സംഘടന രൂപീകൃതം ആക്കിയത്. ഇന്ന് ലോകമെമ്പാടുമായിട്ട് 34ഓളം ചാപ്റ്ററുകളോടുകൂടി നമ്മൾ സനാതനധർമ്മത്തെ ആചരണത്തിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിന് ഇവിടെ വിരാമം ഇട്ടുകൊണ്ട് സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ സമസ്താ ത്വദ്ഭക്താ ഭവന്തു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ജയശങ്കര ജയശങ്കര ജയശങ്കര. വളരെ സന്തോഷം ജയട്ടാങ്കയുടെ വാക്കുകൾക്ക്. ഞാൻ അടുത്തതായി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വേണുഗോപാൽ സാറിനും അതേപോലെ തന്നെ ഇന്ന് ഇവിടെ വേദി അലങ്കരിച്ച മറ്റുള്ള ആദിശങ്കര കുടുംബാംഗങ്ങൾക്കും നന്ദി ഏകുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള ഏവർക്കും പ്രിയപ്പെട്ട സുരേഷ് പാഴൂരേട്ടനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തിന്റെ തനതായ സനാതന ധർമ്മത്തെക്കുറിച്ച് അറിയുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുവാനും വേണ്ടി തുടങ്ങിവെച്ച നമ്മുടെ ഈ പഠന പരിപാടി സനാതന ധർമാമൃതത്തിന്റെ 7ാമത്തെ ഭാഗം നമുക്ക് വേണ്ടി വിജ്ഞാനത്തിന്റെ കണികകൾ പകർന്നു തരുവാനായി എത്തിയ ബഹുമാന്യനായ ശ്രീ വേണുഗോപാൽ IAS സാറിന് ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. ഭരണപരമായ രംഗങ്ങളിലെല്ലാം മികവ് തെളിയിച്ച അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കാര്യങ്ങളെല്ലാം ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞ 2 വാക്കുകളിൽ കൂടി ഞാൻ എൻ്റെ നന്ദി പറയുന്നതോടൊപ്പം സംസാരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു ധർമ്മ ഒരു യാത്രയെക്കുറിച്ച്, സന്ദേശയാത്രയെക്കുറിച്ച്. അവിടെ സനാതനം എന്ന 4 വാക്കുകൾ ഒഴിവാക്കേണ്ടി വന്നൊരു സാഹചര്യം പറഞ്ഞു. അത് തന്നെയാണ് ഇന്ന് ഈ വർത്തമാനകാലത്ത് നമുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് അതായത് ഇന്നത്തെ പ്രസക്തമായിട്ടുള്ള കാര്യം അതാണ്. ഇങ്ങനെയുള്ള വാക്കുകളോടുള്ള ആ താല്പര്യക്കുറവ്, അതല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകരുത് എന്നുള്ള ചിലരുടെ വാശി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ശ്രീ ശങ്കരാചാര്യരുടെ നാട്ടില് ഒരു സംസ്കൃത സർവകലാശാല വരുന്നു എന്ന് കേട്ടപ്പോൾ വളരെ അഭിമാനം തോന്നി. പക്ഷേ അതിന്റെ തുടക്കം മുതൽ തന്നെ ഓരോരോ പ്രശ്നങ്ങളായിരുന്നു. ശ്രീ ശങ്കരാചാര്യരുടെ പ്രതിമ ആ ഇതിന് കവാടത്തിന് പുറത്തേക്ക് മാറ്റി സ്ഥാപിക്കേണ്ടി വന്നു എന്നോർക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഇവിടെ നമുക്ക് സനാതന ധർമ്മം പ്രചരിപ്പിക്കാൻ സാധിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ. നമുക്ക് ഏതാനും കിലോമീറ്ററുകൾ ദൂരത്തിലൊരു എയർപോർട്ട് മറ്റുള്ള സ്ഥലങ്ങളിലോ മറ്റുള്ള സംസ്ഥാനങ്ങളിലോ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരുടെയെങ്കിലും ഒരാളുടെ നാമധേയത്തിൽ അത് അറിയപ്പെട്ടേ. പക്ഷെ നമുക്ക് അതിനുള്ള യോഗ, അതും അവിടെ പോയി. നമുക്കിപ്പോ പറഞ്ഞു ഇപ്പോ മഹാഭാരതവും രാമായണവും ഇതിനൊന്നും വായിക്കാതെ
അതിനുശേഷം ഇപ്പോ രണ്ടാമൂഴം ആയാലും അല്ലെങ്കിൽ മറ്റുള്ള കൃതികളായാലും ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ അളന്ന് ഇത് മനസ്സിലാക്കുന്നത്. രാമനെ അറിയില്ല, രാവണനെ അറിയാം. അതിനെയാണ് നമ്മളിപ്പോ കൂടുതൽ ഇപ്പോഴത്തെ യുവതലമുറ കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് എനിക്ക് ഒട്ടും അറിയാതിരുന്നു, ഞാൻ കലകളെയൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്, പക്ഷെ ഇങ്ങനെ ഒരു ഗായകനുണ്ട് എന്നറിയാതിരുന്നവരെ ഒരു മയക്കുമരുന്ന് കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് അദ്ദേഹം ഒരു ഗായകനാണെന്ന് പോലും അറിഞ്ഞത്. ആ ആളെ സ്വീകരിക്കാനായിട്ട് യുവതലമുറയിൽപ്പെട്ട കലാലയത്തിലെ വിദ്യാർത്ഥികൾ കാത്തുകെട്ടി നിന്ന ഒരു സംഭവം ഇത് പേപ്പർ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് പോലും അതിശയമായിപ്പോയി. കാരണം ഇങ്ങനെയുള്ളവർ പറയുന്നതാണ് മഹത്വമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് ഇവിടെ വളർന്നു വരുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് ഈ വേണുഗോപാൽ സാറിന്റെ വാക്കുകൾ കേൾക്കാൻ ഭാഗ്യം കിട്ടിയത് വളരെ നല്ലൊരു കാര്യമായിട്ട് കരുതുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ സാന്നിധ്യത്തെ, അദ്ദേഹത്തിന്റെ അനുഗ്രഹ പ്രഭാഷണത്തെ ഞങ്ങൾ ആദരപൂർവ്വം സ്വീകരിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ഓരോരുത്തർക്കും, ഈ വേദി അലങ്കരിച്ചവർക്കും അതുപോലെ തന്നെ ഇത് കേട്ട് അനുഗ്രഹം ഈ തുടക്കം മുതൽ ഇത്രയും സമയം കേട്ടിരുന്ന ഓരോരുത്തർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ജയ് ശങ്കര. വളരെ സന്തോഷം സുരേഷ് ഏട്ടാ. വേണുഗോപാൽ സാറിനെ ഇവിടെ എത്തിക്കാൻ കാരണഭൂതയായ ഉഷേട്ടത്തിക്കും ഈ അവസരത്തിൽ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ അങ്ങേപ്പോലുള്ള മഹത്വക്കളെ ഈ വേദിയിൽ എത്തിക്കാൻ കാരണമായത് ഉഷേട്ടത്തി തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് ഉഷേട്ടത്തിയോടും അതേപോലെ തന്നെ അങ്ങയോടും ഉള്ള ആദിശങ്കര ഫൗണ്ടേഷന്റെ ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും കടപ്പാടും ഇവിടെ പ്രകടിപ്പിക്കട്ടെ. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ജഗദീശ്വരന്റെ കാരുണ്യ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് വിടവാങ്ങാം. ലോക സമസ്ത സുനോ പോന്തു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജയശങ്കര. 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 ജയ ശ്രീ രാമചന്ദ്രൻ.